ഹായ് സുഹൃത്തുക്കളെ, സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയ ഒരു ടോപ്പിക്കാണ് സൊല്യൂഷൻസ്. ഇത് അത്യാവശ്യം വലിയൊരു പോർഷനാണ്. അപ്പോൾ ഏവരും ശ്രദ്ധിക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംപ്ലി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മലയാളം ലായനി എന്നാണ്. അപ്പോൾ എന്താണ് സൊല്യൂഷന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ? ഇപ്പം നമ്മൾ നാരങ്ങ വെള്ളം എടുത്തു, അതൊരു സൊല്യൂഷനാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? വെള്ളമുണ്ട്, പിന്നെ നാരങ്ങയുടെ നീരുണ്ട്, അതുകൂടാതെ ഷുഗർ, പഞ്ചസാരയുണ്ട്, ഇത്രയും സംഗതികളുണ്ട്. അവിടെ കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ആരാണ്? വെള്ളമാണ്, വാട്ടറാണ് കൂടുതൽ അളവിൽ കാണപ്പെടുന്നത്. വാട്ടറിൻ്റെ അവസ്ഥ എന്താണ്? ദ്രാവകാവസ്ഥ, അതായത് ലിക്വിഡ് സ്റ്റേറ്റാണ്. അതുകൊണ്ട് ഈ നാരങ്ങ വെള്ളം ഏത് സ്റ്റേറ്റിൽ തന്നെ കാണപ്പെടും? ഏത് സ്റ്റേറ്റിൽ കാണപ്പെടും? അത് ദ്രാവകാവസ്ഥയിൽ തന്നെ കാണപ്പെടും. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ഉദാഹരണം, ഉപ്പ് ലായനി എടുക്കുന്നു, സാൾട്ട് സൊല്യൂഷൻ, NaClൻ്റെ സൊല്യൂഷൻ എടുക്കുന്നു. വാട്ടറും അവിടെ ആരും മാത്രമേ ഉള്ളൂ? സാൾട്ട്, അതായത് ഉപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ കൂടുതൽ എമൗണ്ടിലുള്ളത് ആരാണ്? വാട്ടർ. കുറച്ച് എമൗണ്ട് ഉള്ളത് ആരാണ്? സാൾട്ട്. ഈ രണ്ടും കൂടെ ചേരുമ്പോൾ അതെന്തായിട്ട് മാറും? ലായനിയായിട്ട് മാറും. ഇപ്പോൾ നോർമലി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് 2 or more components. വാട്ട് ഡു യു മീൻ ബൈ ഹോമോജീനിയസ് മിക്സ്ചർ? മിക്സ്ചേഴ്സിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരു മിക്സ്ചർ നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മിശ്രിതം നമ്മൾ എടുക്കുമ്പോൾ അതിന് യൂണിഫോം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ യൂണിഫോം കോമ്പോസിഷനാണുള്ളതെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള മിശ്രിതങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അല്ല എങ്കിൽ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ സൊല്യൂഷൻസ് എല്ലാം തന്നെ എന്തായിരിക്കണം? ഏകാത്മക മിശ്രിതങ്ങളായിരിക്കണം. ദാറ്റ് മീൻസ് ദ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ് കണ്ടെയ്നിങ് 2 or more components. രണ്ടിൽ കൂടുതൽ കമ്പോണൻസ് ഉള്ള ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന്? സൊല്യൂഷൻസ് എന്ന്. ഓക്കെ. അപ്പോഴെപ്പോഴും എന്ത് പറയാം? ദ കമ്പോണന്റ് ദാറ്റ് പ്രസന്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ആ മിക്സ്ചേഴ്സിനകത്ത് കാണപ്പെടുന്നതിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്ന, കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് ഏതാണോ അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? സോൾവെന്റ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? അവിടെ സോൾവെന്റ് എന്ന് വിളിക്കും. ഇപ്പോൾ ഉപ്പ് ലായനി എടുത്താൽ അവിടെ കൂടുതൽ എമൗണ്ടിൽ കാണപ്പെടുന്നത് ജലമാണ്, വാട്ടറാണ്. അതുകൊണ്ട് അവിടുത്തെ സോൾവെന്റ് ആര്? വാട്ടർ. എന്നാൽ സോൾവെന്റ് മാത്രമാണോ അവിടെ ഉള്ളത്? അവിടെ ആര് കൂടിയുണ്ട്? ഉപ്പ് കൂടിയുണ്ട്. അത് കുറഞ്ഞ എമൗണ്ടിലാണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കണ്ടന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൊല്യൂട്ട് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സൊല്യൂട്ട്. അപ്പോൾ എന്താണ് സൊല്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ എമൗണ്ടിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഏത് കണ്ടന്റ് ആണോ ഈ സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്ത് കാണപ്പെടുന്നത് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൊല്യൂട്ട് എന്ന് വിളിക്കും. എന്താണ് സോൾവെന്റ് എന്ന് വെച്ചാൽ? സോൾവെന്റ് എന്ന് വെച്ചാൽ ലായകം. സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീനം. അപ്പൊ നമുക്ക് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ? സോൾവെന്റ് ഡിറ്റർമൈൻസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് ദ സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊല്യൂഷന്റെ, അതായത് ഒരു ലായനിയുടെ അവസ്ഥയെ നിർണയിക്കുന്നത് ആരാണ്? അവിടെയുള്ള ലായകമാണ്. ദാറ്റ് മീൻസ് സോൾവെന്റ് ആണ്. ഒരു ലായനി ഏതവസ്ഥയിലാണ് എന്ന് നിശ്ചയിക്കുന്നത് അവിടെയുള്ള സോൾവെന്റ് ആണ്. ഓക്കെ. സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ആ സൊല്യൂഷന്റെ അവസ്ഥയും എന്തായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ സോൾവെന്റ് ഡിറ്റർമൈൻസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ. ഇനി 1 or more components present the solution other than solvent. സോൾവെന്റ് അല്ലാതെ ബാക്കി കാണപ്പെടുന്ന ചെറിയ എമൗണ്ടിൽ പ്രസന്റ് ചെയ്യപ്പെടുന്ന കണ്ടന്റുകളെ പൊതുവേ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? സൊല്യൂട്ട്. എന്തെന്ന് വിളിക്കും? സൊല്യൂട്ട് എന്ന് വിളിക്കും. ഓക്കെ. മറ്റൊരു രീതി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾഡ് ഈസ് കാൾഡ്, അല്ലെങ്കിൽ ഡിസോൾഡ് ഇൻ സോൾവെന്റ്. സോൾവെന്റിനകത്ത് ലയിച്ചു ചേർന്നിട്ടുള്ള കമ്പോണന്റുകളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സൊല്യൂട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഡിസോൾവ് ചെയ്ത് കാണപ്പെടുന്ന കമ്പോണന്റുകളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? സൊല്യൂട്ട് എന്ന് വിളിക്കാം.
ആൻഡ് ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഈസ് കാൾഡ്. സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് ഏതിലാണോ ആ മീഡിയത്തിന് എന്തെന്ന് വിളിക്കാം? സോൾവെന്റ് എന്ന് വിളിക്കാം. അത് സിമ്പിളാണ്, നമുക്ക് കാര്യം മനസ്സിലായി. ഇപ്പോൾ NaCl കേസ് വെച്ച് ഒന്നുകൂടി നമുക്ക് പറയാം. NaCl സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ വാട്ടറുമുണ്ട്, NaClമുണ്ട്. അവിടെ കൂടുതൽ എമൗണ്ടിൽ കാണപ്പെടുന്നത് സോൾവെന്റ് ആയിട്ടുള്ള ആരാണ്? വാട്ടറാണ്. കുറഞ്ഞ എമൗണ്ടിൽ കാണപ്പെടുന്നത് അവിടുത്തെ NaCl ആണ്. അതുകൊണ്ട് അതിനെ സൊല്യൂട്ട് എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് ഈ സൊല്യൂട്ട്? അവിടെ അതായത് NaCl സോൾവെന്റിനകത്ത് ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ഓക്കെ, ലയിച്ചു ചേർന്നിരിക്കുകയാണ്. ഇനി വാട്ടറിന്റെ അവസ്ഥ ലിക്വിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഈ സൊല്യൂഷൻ, അതായത് NaClന്റെ സൊല്യൂഷൻ ഏതവസ്ഥയിൽ ഇരിക്കുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത്, ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് പോകാം അടുത്ത സ്ലൈഡിലേക്ക്. നോക്കൂ, ഇനി സൊല്യൂഷൻസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ നോക്കൂ. എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? ബൈനറി സൊല്യൂഷൻസ്. എന്താണ് ബൈനറി സൊല്യൂഷൻ? എന്താണ് ബൈനറി? ബൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 0, 1 അങ്ങനെ 2 ഡിജിറ്റൽ എടുക്കുമ്പോൾ അതിനെയാണ് ബൈനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ ബൈനറി എന്ന് വെച്ചാൽ 2 കമ്പോണന്റുകൾ. അപ്പോൾ സൊല്യൂഷൻസ് കണ്ടെയ്ൻ ഓൺലി 2 കമ്പോണൻസ്. 2 കമ്പോണന്റുകൾ മാത്രമുള്ള സൊല്യൂഷനുകളെ നമ്മൾ എന്തു പേരിൽ വിളിക്കൂടെ? ബൈനറി എന്ന പേരിൽ വിളിക്കും. ബൈനറി സൊല്യൂഷൻ എന്ന പേരിൽ വിളിക്കും. അപ്പൊ 2 കമ്പോണന്റുകൾ മാത്രമുള്ള സൊല്യൂഷൻസിനെ നമ്മൾ എന്തു പേരിൽ വിളിക്കും? ബൈനറി സൊല്യൂഷൻസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ബൈനറി സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള കണ്ടന്റുകൾ ദാറ്റ് മീൻസ് കമ്പോണൻസ്. ആ കമ്പോണൻസ് ഏതൊക്കെ സ്റ്റേറ്റിലാവാം, ഏതൊക്കെ അവസ്ഥയിലാവാം? അവ സോളിഡ് സ്റ്റേറ്റിലുള്ള കമ്പോണൻസ് ആവാം, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കമ്പോണൻസ് ആവാം, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള കമ്പോണൻസ് ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ഇത് കമ്പോണൻസ് വിച്ച് ആർ പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനകത്ത് പ്രസന്റ് ചെയ്യുന്ന കമ്പോണൻസിന് സോളിഡ് സ്റ്റേറ്റ് ഉണ്ടാവാം, സോളിഡ് സ്റ്റേറ്റിലെ കമ്പോണൻസ് ഉണ്ടാവാം, ലിക്വിഡ് സ്റ്റേറ്റിലെ കമ്പോണൻസ് ഉണ്ടാവാം, ഗേഷ്യസ് സ്റ്റേറ്റിലെ കമ്പോണൻസ് ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലുള്ള കമ്പോണൻസിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, സൊല്യൂഷനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഡിപ്പെൻഡിങ് ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് ദി കമ്പോണന്റ്, അവിടെയുള്ള ഫിസിക്കൽ സ്റ്റേറ്റ്, കമ്പോണന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റുകളെ വെച്ചിട്ടും നമുക്ക് ആരെ ക്ലാസിഫൈ ചെയ്യാം? സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ബൈനറി സൊല്യൂഷൻ? ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പോണന്റ് മാത്രമുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത്, ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഉള്ള കമ്പോണൻസ് കാണാം സൊല്യൂഷനിനകത്ത്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കമ്പോണൻസ് കാണാം. ഇപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കമ്പോണൻസ് ഉള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞേ, ഏതാണ്? സോഡാ വാട്ടർ. സോഡാ വാട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് കാണപ്പെടുന്നത്? വാട്ടറാണ്. അവിടെ ലയിച്ച് ചേർന്നിട്ടുള്ളത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിലാണ്. പക്ഷെ അത് സൊല്യൂട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ലയിച്ച് ചേർന്നിരിക്കുന്നു എന്ന് വെച്ച് സോഡാ വാട്ടർ വാതകാവസ്ഥയിലാണോ? അല്ല, അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. സോഡാ വാട്ടർ എന്ന് പറയുന്ന സാധനം ലിക്വിഡ് സ്റ്റേറ്റിലാണ്. കാര്യം എന്താണ്? അവിടുത്തെ സോൾവെന്റ് ആരാണ്? വാട്ടറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇതിനകത്തുള്ള കമ്പോണന്റുകളുടെ ഫേസിനെ വെച്ചുകൊണ്ട്, ഫേസ് മീൻസ് ഫിസിക്കൽ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇവയെ എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്തമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പം നോക്കൂ, ഒന്നാമത്തെ ഹെഡിങ് നമ്മൾ ഈ പറയുന്നത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. ഏത് ടൈപ്പ് സൊല്യൂഷൻ എന്നതാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഹെഡിങ്ങിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള സൊല്യൂട്ടിന്റെ അവസ്ഥ എന്താണ്? ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂട്ട്, അതാണ് കേട്ടോ. മൂന്നാമത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സോൾവെന്റ്, സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണെന്ന്. നാലാമത്തെ നമ്മൾ അതിന്റെ എക്സാമ്പിളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ, ആ തരത്തിൽ വരുന്ന സൊല്യൂഷൻസിനുള്ള എക്സാമ്പിൾസ്. ഫസ്റ്റ് നോക്കൂ, വളരെ സിമ്പിളാണ്. ഇവിടെയുള്ള സോൾവെന്റുകൾ നോക്കുവാടെ, ഈ സോൾവെന്റ് ഏതവസ്ഥയിലാണ്ട്? ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന കോളത്തിലെ സോൾവെന്റുകൾ ഏതവസ്ഥയിലാണ്? എല്ലാ സോൾവെന്റ്, ഇത് ഗ്യാസ്, ഇവിടെയും ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പൊ സോൾവെന്റുകൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ വന്നാൽ ആ സൊല്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഗേഷ്യസ് സൊല്യൂഷൻസ് എന്ന് വിളിച്ചൂടെ? ഗേഷ്യസ് സൊല്യൂഷൻസ്. അപ്പോൾ സോൾവെന്റുകൾ ഏത് സ്റ്റേറ്റിൽ വന്നാല് ഗ്യാസ് ആയി വന്നു കഴിഞ്ഞാൽ സോൾവെന്റിന്റെ അവസ്ഥ വെച്ചാണ് നമ്മൾ ആ സൊല്യൂഷന്റെ അവസ്ഥ പറയുന്നത്. അതുകൊണ്ട് സോൾവെന്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ നമുക്ക് എന്തെന്നേ വിളിക്കാൻ പറ്റൂ? നോക്കൂ, ഗേഷ്യസ് സൊല്യൂഷൻ എന്നേ വിളിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഗേഷ്യസ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നോക്കൂ, അപ്പൊ സോൾവെന്റ് ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ സോൾവെന്റിന്റെ അവസ്ഥ നമ്മൾ പറയേണ്ടതുണ്ടോ? വേണ്ട.
കാര്യം ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സോൾവെന്റ് എപ്പോഴും ഏതവസ്ഥയിൽ തന്നെ ആയിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും, ഗ്യാസ് ആയിരിക്കും. പക്ഷെ ആര് മാറിക്കൊണ്ടിരിക്കും? സൊല്യൂട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതാ നോക്കൂ, ഒന്നാമത്തത് സോൾവെന്റ് ഗേഷ്യസ് സ്റ്റേറ്റ്. അവിടെ ഡിസോൾവ് ആയിരിക്കുന്ന സൊല്യൂട്ടും ഏത് സ്റ്റേറ്റ്? ഗേഷ്യസ് സ്റ്റേറ്റ്. പിടികിട്ടിയ? അപ്പോൾ ഇവിടെയുള്ള സോൾവെന്റും സൊല്യൂട്ടും വാതകാവസ്ഥയിൽ. അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ആ സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ് ആര്? ഇപ്പോൾ O2 പ്ലസ് CO2 അറിയാമോ? ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും കൂടെ ചേർന്നിരിക്കുന്നു. ഹോമോജീനിയസ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം കോമ്പോസിഷനിൽ അവർ മിക്സ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനെ ഏത് സൊല്യൂഷൻ നമുക്ക് വിളിക്കാം? ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പൊ അതിനകത്ത് ഒരാളുടെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ കൂടുതൽ എമൗണ്ടിലുള്ള ആൾ ആരാണോ ആളായിരിക്കും അവിടുത്തെ എന്ത്? സോൾവെന്റ്. ഓക്കെ, രണ്ടാമത്തേത് നോക്കൂ. ഇവിടുത്തെ സോൾവെന്റ് ഏത് സ്റ്റേറ്റിൽ തന്നെയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ എടുക്കുന്ന സൊല്യൂട്ട് ഏത് സ്റ്റേറ്റിലെ? ലിക്വിഡ് സ്റ്റേറ്റിലെ സൊല്യൂട്ട്. ഇത് നോക്കൂ, ലിക്വിഡ് സ്റ്റേറ്റിലെ സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ അവസ്ഥ ദ്രാവകം. സോൾവെന്റിന്റെ അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്, വാതകാവസ്ഥ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? അതിന് എക്സാമ്പിൾ ഏതാണ്? ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഇൻ എയർ. ഓക്കെ, നൈട്രജൻ ഗ്യാസ് അത് ഗ്യാസ് ആണേ. ക്ലോറോഫോം സാധാരണ ഇതിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ നൈട്രജൻ ഗ്യാസ്, ക്ലോറോഫോം, ഇത് രണ്ടും കൂടെ ചേർന്ന മിക്സ്ചർ ഏത് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്? ഗേഷ്യസ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഏതാണ്? ഗ്യാസ്. നമ്മുടെ സോൾവെന്റ് ഗ്യാസ്, അതിനകത്ത് സോളിഡ് ആയിട്ട് ആരിയ്ക്കുന്നു? സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് ഇരിക്കുന്നു. അതിന് എക്സാമ്പിൾ ഏതാണ്? ദ ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. എന്താണ് ക്യാംഫർ? ക്യാംഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം. ക്യാംഫർ എന്ത് സ്വഭാവം കാണിക്കുന്ന സാധനമാണ് ഈ ക്യാംഫർ എന്ന് പറയുന്നത്? ക്യാംഫർ എന്ന് പറയുന്നത് ഉൽപ്പതനത്തിന്റെ നേച്ചർ. എന്താണ് ഉൽപ്പതനം? സബ്ലിമേഷൻ കാണിക്കുന്ന സംഗതിയാണ് ആര്? നമ്മുടെ ക്യാംഫർ എന്ന് പറയുന്നത്. പിന്നെ നാഫ്തലീൻ. എന്താണ് നാഫ്തലീൻ? നാഫ്തലീനാണ് നമ്മൾ പാറ്റാഗുളിക എന്ന് പറയുന്ന സാധനം, നാഫ്തലീൻ. ഓക്കെ, ഇവ രണ്ടും എന്ത് സ്വഭാവം കാണിക്കുന്നവയാണ്? ഇവ രണ്ടും സോളിഡായിട്ട് ഇരുന്നിട്ട് നേരിട്ട് വേപ്പറായി പോകുന്നവയാണ്. ദാറ്റ് മീൻസ് ക്യാംഫർ ആൻഡ് നാഫ്തലീൻ ഷോസ് സബ്ലിമേഷൻ. അത് എന്ത് നേച്ചർ കാണിക്കുന്നു? സബ്ലിമേഷൻ നേച്ചർ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസും നാഫ്തലീൻ ഇൻ എയറും എന്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? ഗേഷ്യസ് സൊല്യൂഷന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അവിടെ ഗ്യാസ് ആയിട്ട് ആരാണ്? സോൾവെന്റ് ഗ്യാസ് ആയിരിക്കും. അവിടെയുള്ള സൊല്യൂട്ട് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, കാണാൻ പറ്റുമല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ കുറിച്ചെടുത്തോളുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് കഴിഞ്ഞു കേട്ടോ. ഒന്നാമത്തെ ടൈപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തേലേക്ക് പോകുന്നു. ഇതാ നോക്കൂ, ഏതാ സൊല്യൂഷൻ? അടുത്തത് നോക്കൂ, ലിക്വിഡ് സൊല്യൂഷൻസ്. എന്തുകൊണ്ടാണ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? നമ്മുടെ സോൾവെന്റുകൾ മുഴുവൻ എന്താണ്? ലിക്വിഡ് ആണ്. സോൾവെന്റ് ലിക്വിഡ് ആയതുകൊണ്ട് ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഇതാ നോക്കൂ, സോൾവെന്റ് ലിക്വിഡ്, നമ്മൾ അവിടെ എടുത്ത സൊല്യൂട്ട് ഗ്യാസ്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് സോൾവെന്റ്, അവിടെ എടുത്തത് വാതകാവസ്ഥയിലുള്ള സൊല്യൂട്ടിനെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. വെള്ളത്തിനകത്ത് ഓക്സിജൻ ലയിച്ചിരിക്കുന്നു. അപ്പൊ കൂടുതലുള്ളത് ആര്? വാട്ടർ, ലിക്വിഡ് സ്റ്റേറ്റ്. അതിനകത്ത് ആര് ലയിക്കുന്നു? H2O ഓക്സിജൻ അല്ല, അല്ലാതെ ഓക്സിജൻ അഡീഷണൽ ഡിസോൾവ് ആയിരിക്കുന്നു. അപ്പോൾ അതിലെ ഓക്സിജൻ സൊല്യൂട്ടാണ്. അവിടെ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ എന്താണ്? അവിടുത്തെ സോൾവെന്റ് ആണ്. അതുകൊണ്ട് കൂടുതൽ എമൗണ്ടിൽ ആരാണ് കാണപ്പെടുന്നത്? വാട്ടർ ആണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അത് എന്ത് സൊല്യൂഷൻ? ലിക്വിഡ് സൊല്യൂഷൻ. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സോഡ വാട്ടറിൽ കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് വാട്ടർ, കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ആര്? കാർബൺ ഡൈ ഓക്സൈഡ് ഏതവസ്ഥയിലാണ്? വാതകാവസ്ഥയിൽ. അവിടെയുള്ള വാട്ടർ ഏതവസ്ഥയിൽ? ലിക്വിഡ് സ്റ്റേറ്റ്, ദ്രാവകാവസ്ഥയിൽ. സോ ആ സൊല്യൂഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്യാസ് ഇൻ ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഇനി അടുത്ത് നോക്കൂ, ലിക്വിഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡിൽ വളരെ സിമ്പിൾ ആണ്. ഇതാ കിടക്കുന്നു, ആൽക്കഹോൾ ഡിസോൾഡ് ഇൻ വാട്ടർ. ആൽക്കഹോൾ ഹൈലി സോല്യൂബിൾ ആണ് കേട്ടോ വാട്ടറിനകത്ത്.
അല്ലെങ്കിൽ ഇതൊന്നും ഒഴിച്ച് അടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഹൈലി സോലിബിളാണ് സാധനം വാട്ടറിൽ. അപ്പോൾ ലിക്വിഡാണ്. നമ്മൾ ആൽക്കഹോളും വാട്ടറും കൂടെ എടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോള് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, പിന്നെ അതുപോലെ തന്നെ വാട്ടറും ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് ആ സൊല്യൂഷൻ എന്തെന്ന് വിളിക്കാം? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. അവിടുത്തെ സൊല്യൂട്ടും സോൾവെന്റും ഏത് സ്റ്റേറ്റിൽ തന്നെയാണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. മനസ്സിലായല്ലോ? ഇവിടെ ഒരു പെഗ് ഒഴിച്ച് വെക്കുന്നു, ഒരു പെഗ് ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നു. അപ്പോൾ കൂടുതലുള്ളത് ആരാണ്? വാട്ടറാണ് കൂടുതലുള്ളത്. കുറഞ്ഞ എമൗണ്ടിലുള്ളത് ആര്? ആൽക്കഹോള്. അപ്പോൾ അവിടുത്തെ സൊല്യൂട്ട് ആര്? ആൽക്കഹോള്. വെള്ളം പിന്നെ കൂടുതലുള്ളത് ആര്? വാട്ടർ. അതുകൊണ്ട് അതിന് എന്തെന്ന് പറയാം? സോൾവെന്റ് എന്ന് പറയാം. സാധാരണ അടിക്കുന്ന ഒരു കേസാണ് പറഞ്ഞത് കേട്ടോ. അല്ല, ഗ്ലാസ് നിറച്ചൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൽക്കഹോള് സോൾവെന്റും വാട്ടർ സൊല്യൂട്ടും ആവും. അങ്ങനെയുള്ള കണ്ടീഷനുകളുണ്ട് കേട്ടോ. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ പിന്നെ ഡൈല്യൂട്ട് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ഡൈല്യൂട്ട്, നമ്മൾ ആസിഡിനെയും ആൽക്കലിയെയും ഡൈല്യൂട്ട് ചെയ്യും. എങ്ങനെയാണ് ആൽക്കലിയെ അല്ലെങ്കിൽ ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആസിഡിലേക്ക് വെള്ളം ഒഴിക്കോ? അതെ, വെള്ളത്തിലേക്ക് ആസിഡ് ഒഴിക്കോ? എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യുക? ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിനകത്തേക്ക് എന്ത് ഒഴിക്കണം? ആസിഡ് ഒഴിക്കണം. അല്ലെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാക്കും. എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? വാട്ടറും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ഹീറ്റിന് അത് പുറത്തേക്ക് വിടും. ഇപ്പോൾ ആസിഡ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഹീറ്റ് എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. ചെറിയ പൊട്ടിത്തെറിയോ ഇത് തെറിച്ച് ദേഹത്തേക്ക് വീണ് കഴിഞ്ഞാൽ ശരീരം പൊള്ളാനും ഒക്കെ ഉള്ള അവസ്ഥയുണ്ടാവും. കാര്യം അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആസിഡിലേക്ക് നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ആസിഡ് കൂടുതൽ എമൗണ്ട് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് വേപ്പർ ഉണ്ടാവും, ആസിഡ് വേപ്പേഴ്സ് ഉണ്ടാവും, അത് പുറത്തേക്ക് വരും. മറ്റേതാകുമ്പോൾ കുറേ അല്പാൽപ്പം ഒരു വാട്ടർ എടുത്ത് വയ്ക്കുക, അല്പാൽപ്പം ആസിഡ് ആ വെള്ളത്തിലേക്ക് വീഴ്ത്തുക, എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? സ്റ്റിർ ചെയ്യുക, ഇളക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഡൈല്യൂട്ടായി വരും. അപ്പോൾ ഡൈല്യൂട്ട് ആസിഡ്സ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ആസിഡിന്റെ അളവ് കുറവായിരിക്കും, ആരുടെ അളവ് കൂടുതലായിരിക്കും? നമ്മുടെ വാട്ടറിന്റെ അളവ് കൂടുതലായിരിക്കും. സോ അത് എന്ത് സൊല്യൂഷൻ എക്സാമ്പിൾ? ലിക്വിഡ് സൊല്യൂഷന് എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ. ആൽക്കലീസിന്റെ കേസ് ആയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ശരി. ഇവിടെ ആൽക്കലി എന്ന് തന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്താ? ഇവിടെ ബേസ് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ബേസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്താണെന്നോ, ആൽക്കലിയും ബേസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൽക്കലി ആൻഡ് ബേസ്? എന്താണ് ആൽക്കലിയും ബേസും തമ്മിലുള്ള ഡിഫറൻസ്? ആൽക്കലിയും ബേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസിഡ് എന്ന് നമ്മളിപ്പോൾ എഴുതി, അതിൻ്റെ നേർ വിപരീത സ്വഭാവം കാണിക്കുന്ന കമ്പോണന്റുകളെ പൊതുവെ വിളിക്കുന്ന പേര് ബേസ് എന്നാണ്. എന്നാൽ എല്ലാ ബേസുകളും വാട്ടർ സോലിബിൾ അല്ല. വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ബേസുകളെ മാത്രമാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ആൽക്കലി എന്ന പേരിൽ വിളിക്കുന്നത് കേട്ടോ. ഇപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. അതിനടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ഹൈലി സോലിബിൾ ആണ് വാട്ടറിൽ. അതുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? ഒരു ആൽക്കലിയാണ്. ഇനി നമ്മൾ വൈ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ പറയുന്ന ഒരു ആൽക്കലി, ഒരു ബേസിനെ എടുത്തു വെള്ളത്തിലേക്ക് ഇട്ടു, അത് ലയിക്കുന്നില്ല എങ്കിൽ ആ എക്സ് ആയാലും വൈ ആയാലും ഇസഡ് ആയാലും അതെന്താണ്? ആൽക്കലി അല്ല, മറിച്ച് അതെന്താണ്? ബേസാണ്. ഇപ്പം നമുക്ക് പറയാം എല്ലാ ആൽക്കലികളും ബേസുകളാണ് എന്ന് വെച്ച് എല്ലാ ബേസുകളും എന്തല്ല? ആൽക്കലികൾ അല്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. അടുത്തതിൽ ആര് തന്നെയാണ്? സോൾവെന്റ്, ലിക്വിഡ് തന്നെയാണ്. ഇനി നമ്മൾ അവിടെ എടുത്ത സൊല്യൂട്ട് ഏത് സ്റ്റേറ്റിലൂടെ? അത് സോളിഡ് സ്റ്റേറ്റിലാണ് കേട്ടോ, സോളിഡ് സ്റ്റേറ്റിൽ. ഓക്കെ, അപ്പം നമുക്ക് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. സാൾട്ട് ഇൻ വാട്ടർ, സാൾട്ട്, ഉപ്പ്, NaCl, സോഡിയം ക്ലോറൈഡ്, അത് സോളിഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്? ആണല്ലോ. അതിൻ്റെ ഒരു ഉപ്പിൻ്റെ പാരലിനെ, അല്ലെങ്കിൽ നമ്മളൊരു ഉപ്പിൻ്റെ കുറേ ഭാഗം എടുക്കുന്നു, എടുത്തിട്ട് വെള്ളത്തിനകത്തേക്ക് ഇടുന്നു. വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ചേർത്ത NaCl ഏതവസ്ഥയാണ്? സോളിഡാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ലിക്വിഡിനകത്ത് ഉള്ള സൊല്യൂട്ടിൻ്റെ അവസ്ഥ എന്താണ്? സോളിഡ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ സാൾട്ട് ഇൻ വാട്ടർ, പിന്നെ ഗ്ലൂക്കോസ് ഇൻ വാട്ടർ. ഈ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിക്കാറില്ലേ? സോളിഡ് ആയിട്ടല്ലേ ഗ്ലൂക്കോസ് ഇരിക്കുന്നത്? ഓക്കെ, ആ ഗ്ലൂക്കോസ് സോളിഡ് ആണ് കേട്ടോ. അപ്പോൾ ആ സാധനത്തിന് നമുക്ക് വാട്ടറിലേക്ക് ലയിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ അവിടുത്തെ സോൾവെന്റും, സോളിഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് അവിടുത്തെ എന്തുവാണ്? സൊല്യൂട്ടും ആണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് മനസ്സിലായല്ലോ. എക്സാമ്പിളും ഓർമ്മയുണ്ടല്ലോ. ഇത് സിമ്പിളാണ്, നമുക്ക് ഓർത്തെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ടേബിൾ ഒന്നുകൂടെ നോക്കിക്കോളൂ. ഓക്കെ അല്ലേ? ഓക്കെ,
അപ്പം നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? സോളിഡ് സൊല്യൂഷൻസ്. ചിലപ്പോൾ കേട്ടപ്പോൾ തന്നെ ഞെട്ടിക്കാണും, അങ്ങനെയുണ്ട് ആ സംഗതി എന്ന്. ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിന്താഗതിയുണ്ട്, ഇതെല്ലാം ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്നതാണ്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉള്ള നമുക്ക് പറ്റിയ അല്ലെങ്കിൽ സാറന്മാർ നേരെ പറഞ്ഞു തരാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അല്ലാതെ സൊല്യൂഷൻസ് എല്ലാ അവസ്ഥയിലും ഉണ്ട്. ഇപ്പോൾ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ഞെട്ടിപ്പോകുന്നതിൻ്റെ കാര്യം ഇതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇത് കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, പിന്നെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ കുഞ്ഞിനെയുള്ള കേസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കൂ സോളിഡ് സൊല്യൂഷൻസ്. സോളിഡ് സൊല്യൂഷൻ ആകുമ്പം അവിടെയുള്ള സോൾവെന്റ് ഏത് ഫോമിലായിരിക്കും? ഇവിടെ സോൾവെന്റ് സോളിഡ് ആയിരിക്കും. സൊല്യൂട്ട് ഏതൊക്കെ വരാം? ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം, അങ്ങനെ വ്യത്യസ്തമായിട്ട് മാറാം. അപ്പൊ ഇവിടെ നോക്കൂ, ഒന്നാമത്തതിൽ നമ്മൾ എന്താ പറയുന്നത്? സോളിഡ് സൊല്യൂഷനിലെ സോൾവെന്റ് സോളിഡ്, അതിലെ സൊല്യൂട്ട് ഏതവസ്ഥ? ഗ്യാസ്. സൊല്യൂട്ട് ഏതവസ്ഥ? ഗ്യാസ്. അപ്പൊ എക്സാമ്പിൾ നോക്കൂ, ഹൈഡ്രജൻ ഇൻ PD, പ്ലാറ്റിനം, പലേഡിയം, നിക്കല് എക്സെട്ര. ഈ ഹൈഡ്രജന് ഈ പ്ലാറ്റിനത്തിൻ്റെയും പലേഡിയത്തിൻ്റെയും നിക്കലിൻ്റെയും ഒക്കെ സർഫസിൽ ചെന്നിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഇത് നിൽക്കും ഹൈഡ്രജൻ. അത് സോളിഡ് ആയിരിക്കും. അപ്പോൾ യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്, ഹോമോജീനിയസ് ആയിരിക്കും. അപ്പോൾ സോളിഡാണ് കൂടുതലുള്ളത്, അവിടെയുള്ള ഹൈഡ്രജൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് അത് എന്ത് സൊല്യൂഷനാണ്ടേ? സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ ഹൈഡ്രജൻ ഇൻ PT, PD, Ni എക്സെട്ര എന്തിന് എക്സാമ്പിളാണ്ടേ? സോളിഡ് സൊല്യൂഷന് എക്സാമ്പിളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നു എന്താണ്? അമാൽഗം ഓഫ്. എക്സാമ്പിൾ ഇന്ന് നമുക്ക് ഇങ്ങോട്ട് വരാം. അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. എന്താണ് അമാൽഗം? മെർക്കുറിയുടെ കമ്പോണന്റുകൾ അല്ലെങ്കിൽ മെർക്കുറിയുമായിട്ട് ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ പൊതുവെ നമ്മൾ അമാൽഗം എന്ന പേരിൽ വിളിക്കാറുണ്ട്. ഓക്കെ, അമാൽഗം ഓഫ് സോഡിയം, അതായത് സോഡിയം അമാൽഗം. അപ്പോൾ ഈ മെർക്കുറിയുടെ പ്രത്യേകത അത് മെറ്റലാണ്, പക്ഷേ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളിൽ ഒന്ന്. ഓക്കെ, അപ്പോൾ മെർക്കുറി, അമാൽഗം ഓഫ് മെർക്കുറി ഇൻ സോഡിയം. അപ്പോൾ സോഡിയം ഏതവസ്ഥയിലാണ് കാണപ്പെടുക? സോഡിയം മെറ്റലാണ്, സോഫ്റ്റ് മെറ്റലാണ്. ചെറിയ പീസുകളായിട്ട് നമുക്ക് ഖരാവസ്ഥയിൽ കാണപ്പെടാം. ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന സാധനമാണ്, സോളിഡിൽ ആയിട്ട് കാണപ്പെടുന്ന സാധനമാണ് ആര്? നമ്മുടെ സോഡിയം എന്ന് പറയുന്നത് കേട്ടോ. ഈ പ്ലസ് ടുവിലൊക്കെ പ്രാക്ടിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ പ്രാക്ടിക്കൽ അതിനൊക്കെ പോകുമ്പോൾ അവിടെ സോഡിയം ഒക്കെ ഇരിപ്പുണ്ട്. മണ്ണെണ്ണയ്ക്കകത്ത്, കെറോസിനകത്ത് സോഡിയത്തിൻ്റെ പീസുകളിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെടുത്ത് വെള്ളത്തിട്ട് അത് കത്തും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിനെ പൊതിഞ്ഞ് പോക്കറ്റിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തോട്ടിറങ്ങുമ്പോൾ പേരൻസും കൂടെ കത്തും. കാര്യം എന്താണ്? അന്തരീക്ഷത്തിൽ നിന്നുള്ള ജലബാഷ്പത്തെ ആഗിരണം ചെയ്തുകൊണ്ട് സോഡിയം എന്ത് ചെയ്യും? കത്തും, ബേൺ ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം അല്ലെങ്കിൽ സോഡിയം അമാൽഗം. അവിടെ സോഡിയം സോളിഡ് സ്റ്റേറ്റ് ആണ്, ലിക്വിഡ് സ്റ്റേറ്റിൽ ആര് കാണും? മെർക്കുറി ഉണ്ടായിരിക്കും. ഓക്കെ, അതതിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ പറയുന്നത് സോൾവെന്റും സോളിഡ്, അതുപോലെ നമ്മുടെ സൊല്യൂട്ടും സോളിഡ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർണമെന്റൽ ഗോൾഡ്, ആഭരണ സ്വർണം. പിന്നെ മെറ്റൽ അലോയ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്, ആഭരണ സ്വർണം. അപ്പൊ ഗോൾഡ് ഇപ്പൊ 916 ഗോൾഡ് നമ്മൾ എടുക്കുന്നു. അതിനകത്ത് ആ 916 ആ എമൗണ്ടിൽ മാത്രമേ അതിനകത്ത് എന്തുള്ളൂ? ഗോൾഡ് ഉള്ളൂ. ബാക്കിയുള്ളത് എന്താണ്? ബാക്കി കോപ്പർ, മറ്റ് മെറ്റൽസ് ഒക്കെയാണ്. എന്നാലേ അതിന് സ്ട്രെങ്ത് കിട്ടുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയാണ് അത് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? സോളിഡാണ്, ഹോമോജീനിയസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആഭരണ സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു സ്വർണ്ണ മോതിരം വാങ്ങിച്ചു, അതിൻ്റെ പകുതി കോപ്പറും പകുതി ഗോൾഡും അങ്ങനെ അല്ലല്ലോ ഇരിക്കുന്നത്, യൂണിഫോം ആയിട്ടല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ അലോയ്സ് ലോഹ സങ്കരങ്ങൾ നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ പിച്ചള, ഓട്, പിച്ചള ഇതൊക്കെ നമ്മൾ എടുക്കുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് അതിനകത്തുള്ളതെല്ലാം മെറ്റൽസാണ്. ഒന്നിലധികം മെറ്റലുകൾ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരുപോലെ നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ ഈ വ്യത്യസ്ത മെറ്റലുകളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഒരിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേന്ദ്രീകരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അലോയ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും സോളിഡ് ആണ്. അതിന് എക്സാമ്പിൾ ഗോൾഡ് ഓർണമെന്റ്സ്.
പിന്നെ മെറ്റൽ അലോയ്സ് ഒക്കെ സോളിഡ് അതായത് സൊല്യൂട്ടും സോൾവൻറ്റും സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇത് നമുക്ക് അങ്ങോട്ട് അധികം ദഹിക്കുന്നില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഇങ്ങനെ ഉണ്ട്. രണ്ടും സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻസും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഓർത്ത് വയ്ക്കുക, ദ്രാവകാവസ്ഥയിൽ മാത്രമല്ല എന്ത് കാണപ്പെടുന്നത്, സൊല്യൂഷനുകൾ കാണപ്പെടുന്നത്. സൊല്യൂഷനുകൾ എല്ലാ അവസ്ഥയിലും എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. നമ്മൾ ഈ പറഞ്ഞ അവസ്ഥകളിലെല്ലാം ഇതെന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു എന്ന് ഓർക്കുക. ഓക്കെ ആണ്. അപ്പോൾ ടേബിൾ ഒന്ന് നോക്കിക്കോളൂ, ഒന്ന് ക്ലിയർ ചെയ്തോളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. എന്താണ് ഈ വേർഡ് കോൺസെൻട്രേഷൻ മീൻസ്? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഗാഢത എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു 50 ml വാട്ടർ എടുത്തു, രണ്ടാമത്തെ ഗ്ലാസ്സിലും ഒരു 50 ml വാട്ടർ എടുത്തു. അപ്പോൾ 2 ഗ്ലാസ്സുകൾ എടുത്തു, അതിൽ 50 ml വീതം ജലം എടുത്തു. എന്നിട്ട് ഒന്നാമത്തെ ഗ്ലാസ്സിലേക്ക് ഒരു 5 ഗ്രാം NaCl ലയിപ്പിച്ചു. രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നമ്മൾ ഒരു 10 ഗ്രാം NaCl ലയിപ്പിച്ചു. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അവിടെ തുല്യമാണ്. പക്ഷേ ആരിലാണ്ട് അവിടെ വ്യത്യാസം വന്നത്? ആരിലാണ് വ്യത്യാസം? നമ്മൾ അതിലേക്ക് ലയിപ്പിച്ച NaClന്റെ അളവിൽ വ്യത്യാസം വന്നു എന്ന് വെച്ചാൽ സൊല്യൂട്ടിൻ്റെ അളവിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഒന്നാമത്തെ ഗ്ലാസ്സിൽ 5 ഗ്രാമേ ഉള്ളൂ, ഫസ്റ്റ് ഗ്ലാസ്സിൽ 5 ഗ്രാം. രണ്ടാമത്തെ ഗ്ലാസ്സിൽ എത്ര ഗ്രാം? 10 ഗ്രാം. രണ്ടാമത്തെ ഗ്ലാസ്സിൽ 10 ഗ്രാം. അപ്പോൾ ഈ ഒന്നാമത്തെ ഗ്ലാസ്സിലായിരിക്കോ രണ്ടാമത്തെ ഗ്ലാസ്സിലായിരിക്കോ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ? ഏതിലായിരിക്കും? ഈ രണ്ടാമത്തെ ഗ്ലാസ്സിലായിരിക്കും. രണ്ടാമത്തെ ഗ്ലാസ്സിലായിരിക്കും ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ. കാരണം കോൺസെൻട്രേഷൻ കൂടുതൽ, ഗാഢത കൂടുതൽ. ഓക്കെ, കൂടുതൽ ഉപ്പ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗാഢത എന്ന് പറയുന്ന ടേം നമ്മൾ ആരെ വെച്ചുകൊണ്ടാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത്? സോൾവെന്റിനെ വെച്ചുകൊണ്ടാണോ? അതിനേക്കാൾ കൂടുതൽ നമുക്കിതിനെ ആരെ വെച്ചുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത്? സൊല്യൂട്ടിനെ വെച്ചുകൊണ്ട്. ആരെ വെച്ചുകൊണ്ട്? സൊല്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സൊല്യൂട്ടിനെ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഗാഢതയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അളവ് ലയിച്ചു ചേർന്നിട്ടുള്ള സൊല്യൂട്ടിൻ്റെ അളവിനെ, അതായത് പ്രത്യേക അളവിലുള്ള ലായകത്തിൽ അല്ലെങ്കിൽ ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ള സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോൺസെൻട്രേഷൻ എന്ന ടേം കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് എ സൊല്യൂഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന ടേം വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് സൊല്യൂഷൻ്റെ കോമ്പോസിഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എത്രമാത്രം നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ഒരു ലിറ്റർ സൊല്യൂഷനകത്ത് ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ ആ ടേമിനെ നമുക്ക് എന്തുകൊണ്ട് ഉദ്ദേശിക്കാതെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേമാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒരു ഒറ്റ രീതിയിലല്ല നമുക്ക് കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നത്. ഈ സൊല്യൂട്ടിൻ്റെ അളവിനെ വെച്ചുകൊണ്ട് വ്യത്യസ്ത ടൈപ്പുകളിൽ അല്ലെങ്കിൽ സെവറൽ വേസിൽ നമുക്ക് ആരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂടെ? കോൺസെൻട്രേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും കഴിയും. കേട്ടോ? അപ്പോൾ ആ ടേമുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് നോക്കൂ. എന്താ അതിൻ്റെ പേര്? മാസ് പെർസെൻറ്റേജ്. എന്താണ് പേര്? മാസ് പെർസെൻറ്റേജ്. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ പേരെന്താണ്? മാസ് പെർസെൻറ്റേജ്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ കോൺസെൻട്രേഷനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നതാണ് മാസ് പെർസെൻറ്റേജ്. വേറെ ഒന്നുമില്ല, തന്നിരിക്കുന്ന ഇക്വേഷൻ മാത്രം നോക്കുക. പെർസെൻറ്റേജ് എന്ന് പറയുമ്പം എന്താണ്? ശതമാനം. നമ്മളിവിടെ ശതമാനത്തിലാണ് പറയുന്നത്.
അപ്പോൾ എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ് ഇസ് ഈക്വൽ ടു, പറഞ്ഞ് ശ്രദ്ധിക്കുക, മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, ഈ എക്സാമ്പിള് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 10% അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. 10% അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ആരൊക്കെ ഉണ്ട്? അക്വസ് സൊല്യൂഷൻ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജലീയ ലായനി. അപ്പൊ വാട്ടർ ഉണ്ട്, പിന്നെ ആരുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പൊ 10% സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ അർത്ഥം 100 ഗ്രാം സൊല്യൂഷൻ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ആ 100 ഗ്രാം സൊല്യൂഷനിൽ 10 ഗ്രാം ഗ്ലൂക്കോസ് ഉണ്ട്. ബാക്കി 90 ഗ്രാം ആരായിരിക്കും? ജലമായിരിക്കും. ഇതാണ് മാസ് പെർസെൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100 ഗ്രാം സൊല്യൂഷൻ നിങ്ങൾ എടുത്തു വെച്ചു. ആ 100 ഗ്രാം സൊല്യൂഷനകത്ത് 10 ഗ്രാം ഗ്ലൂക്കോസും ബാക്കി 90 ഗ്രാം വാട്ടറും. ഓക്കെ, 100 ഗ്രാമേ വരാവൂ. അല്ലാതെ 100 ഗ്രാം വെള്ളം ആദ്യമേ എടുത്തു വെച്ചിട്ട് അതിനകത്തൊരു 10 ഗ്രാം കൂടെ ചേർക്കുക, അങ്ങനെയല്ല. സൊല്യൂഷൻ എത്ര എത്താവൂ? 100 ഗ്രാമേ എത്താവൂ. നമ്മൾ സാധാരണ സൊല്യൂഷൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ എത്രയാണോ ആദ്യം സൊല്യൂട്ട് എടുക്കുക, അതിനകത്തേക്ക് എന്ത് ചെയ്യുക? അല്പം സോൾവെന്റിനെ ഒഴിക്കുക, ഡിസോൾവ് ചെയ്യിക്കുക. നന്നായി ഡിസോൾവ് ചെയ്ത് പൂർണ്ണമായും ആ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് അറിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര ലിറ്ററിലേക്കാണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലേക്കാണോ സൊല്യൂഷൻ മേക്ക് ചെയ്യേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അല്ലാതെ നമ്മൾ ആദ്യമേ 1 ലിറ്റർ എടുത്ത് വെച്ചു വെള്ളം, അതിനകത്തേക്ക് കുറേ സാൾട്ട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ വോളിയം വ്യത്യാസപ്പെടും. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ 10% അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിനകത്ത് 10 ഗ്രാം ഗ്ലൂക്കോസും 90 ഗ്രാം എന്തും കാണും? വാട്ടറും കാണും. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് മാസ് ഓഫ് എ കമ്പോണന്റ് എന്ന് സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞത്? മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ്. ഇപ്പോൾ ഒന്നിലധികം കമ്പോണന്റുകൾ ഒരു സൊല്യൂഷനകത്ത് വരാം. നമ്മൾ ഈ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ഓരോ കമ്പോണന്റുകൾക്കുമാണ്. അതുകൊണ്ടല്ലേ ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നതുണ്ടോ, മാസ് ഓഫ് ദി കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇൻറ്റു ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാക്കി ഉള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ കമ്പോണന്റ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് അടുത്ത ടേമിലേക്ക് ഇനി പോകാം. അതിനു മുന്നേ കോൺസെൻട്രേഷൻ ഡിസ്ക്രൈബ്സ് ബൈ മാസ് പെർസെൻറ്റേജ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ കെമിക്കൽ ആപ്ലിക്കേഷൻസ്. നമ്മൾ ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ടേം സാധാരണ ഉപയോഗിക്കുന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇൻഡസ്ട്രിയൽ മേഖലകളിലെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. അതായത് കോൺസെൻട്രേഷൻ കാൽക്കുലേഷൻ ഇൻഡസ്ട്രിയൽ മേഖലകളിലെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പരിപാടികളിലാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓക്കെയാണ്. നോക്കാം. നമ്മൾ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേം വോളിയം പെർസെൻറ്റേജ്. എന്താണ്? വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ എങ്ങനെയാണ് വോളിയം പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? ഏത് കമ്പോണന്റ് ആണോ ആ കമ്പോണന്റിന്റെ വോളിയം എത്രയാണ് നമ്മൾ നോക്കുന്നു. അതിനെ ആ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാ നോക്കൂ. 10% എഥനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ. 10% എഥനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനകത്ത് നമ്മളിപ്പോൾ 100 ml സൊല്യൂഷൻ എടുത്ത് വെച്ചിരിക്കുന്നു, 100 ml സൊല്യൂഷൻ എടുത്ത് വെച്ചിരിക്കുന്നു. ആ വെച്ചിരിക്കുന്ന സൊല്യൂഷനകത്ത് 10 ml ആര് കാണും? 10 ml എത്തനോൾ കാണും. എത്തനോൾ സൊല്യൂഷനാണ് എടുത്താൽ
10 ml എത്തനോൾ കാണും. ബാക്കി 90 ml 90 ml ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ സാധ്യത. ഈ ഡെഫിനിഷൻ ഒന്നും കാണാതെ ഇതും പഠിക്കേണ്ട, ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ 10% എഥനോൾ സൊല്യൂഷൻ നിങ്ങൾ എടുത്തു. അവിടെ വോളിയമാണ് പറയുന്നത്, വ്യാപ്തം പറയുന്നത് എന്തിലാണ്? ലിറ്ററിലാണ് അല്ലെങ്കിൽ മില്ലി ലിറ്ററിലാണ്. ഇപ്പോൾ 10% എഥനോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 ml സൊല്യൂഷൻ നിങ്ങൾ എടുത്തു വെച്ചു. ആ 100 ml സൊല്യൂഷനിൽ 10 ml എന്തുണ്ട്? 10 ml എത്തനോൾ ഉണ്ട്. ബാക്കി 90 ml ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടേം എന്ത് ചെയ്യാൻ പറ്റുന്നത്? എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് കണ്ടെയ്നിങ് ലിക്വിഡ്സ്, ലിക്വിഡുകൾ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള സൊല്യൂഷനുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഈ യൂണിറ്റ് അല്ലെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ടേം സാധാരണഗതിയിൽ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഓക്കെ, ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വയ്ക്കുക. ഈ ഇക്വേഷനിൽ നിന്ന് ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, പോകാൻ പറ്റും. എന്തെന്ന് പറയാം? വോളിയം ഓഫ് ദ കമ്പോണന്റ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ. അതിൻ്റെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വോളിയം പെർസെൻറ്റേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ വോളിയം പെർസെൻറ്റേജ് മനസ്സിലായി. വോളിയം ഓഫ് എ കമ്പോണന്റ് അല്ലെങ്കിൽ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത കോൺസെൻട്രേഷൻ ടേമിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. എന്താണ്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ ആദ്യം നോക്കാം. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂമറേറ്ററിൽ എന്ത് വരും? മാസ് ഓഫ് ദി കമ്പോണന്റ് വരും. ഡിനോമിനേറ്ററിൽ എന്ത് വരും? വോളിയം വരും, ടോട്ടൽ. അതല്ലേ മുകളിൽ മാസും അതിൽ വെയിറ്റും താഴെ എന്തും വരും? വോളിയം വരും. അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ it is defined as, അല്ലെങ്കിൽ it is a mass of solute dissolved in 100 ml of the solution. അപ്പോൾ 100 ml സൊല്യൂഷനകത്ത് എത്ര മാസ് അല്ലെങ്കിൽ എത്ര വെയിറ്റിലുള്ള സൊല്യൂട്ട് ലയിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അത് ഏതുകൊണ്ട് അർത്ഥമാക്കാൻ പറ്റും? ഏതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മെഡിസിൻ ആൻഡ് ഫാർമസി. ഈ മെഡിസിൻ ആൻഡ് ഫാർമസി മേഖലകളിലാണ് നമ്മൾ ഈ സാധനം എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ചില ഇഞ്ചക്ഷനുകളുണ്ട്, ഡ്രൈ സിറപ്പുകൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ഇഞ്ചക്ഷനുള്ള മരുന്നായിരിക്കും വാങ്ങിക്കാൻ പോവുക. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഒരു ബോട്ടിൽ ഒരു ചെറിയ പൗഡറും കിട്ടും, പൗഡർ മാതിരിയുള്ള അല്ലെങ്കിൽ സോളിഡ് ആയിട്ടിരിക്കുന്ന കണ്ടന്റും കിട്ടും, പിന്നെ അല്പം വാട്ടറും കിട്ടും, അല്ലെങ്കിൽ വേറൊരു ചെറിയ ഒരു ലീഫ് പോലെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടും? വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് കിട്ടും. അപ്പോൾ ഈ യൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ഇതിലിരിക്കുന്ന ഈ ലിക്വിഡിനെ എടുത്ത് ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന പൗഡറിനകത്തേക്ക് എന്ത് ചെയ്യും? ഇഞ്ചെക്ട് ചെയ്യും ഫസ്റ്റ്. എന്നിട്ട് അതിനെ ഒന്ന് ഷേക്ക് ചെയ്യും. ഷേക്ക് ചെയ്യുമ്പം അത് നോർമൽ മെഡിസിൻ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തത് പിന്നെ അതെന്താ? വോളിയമായി മാറുകയാണ് ചെയ്തത്, വോളിയം കൂടുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ വോളിയമായി മാറുകയാണ് ചെയ്തത്. ആദ്യം ഒരു പ്രത്യേക വെയിറ്റുള്ള സോളിഡ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിലേക്ക് നമ്മൾ ലിക്വിഡിനെ കൊടുത്തപ്പോൾ അത് പിന്നെ ml മാറി, അല്ലെങ്കിൽ മൊത്തത്തിൽ വോളിയം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ആദ്യം നമ്മളെടുത്ത സൊല്യൂട്ട് മാസാണ്, പിന്നീട് നമ്മൾ ലിക്വിഡ് ചേർത്തപ്പോൾ അത് വോളിയം ആയി. അങ്ങനെ ആ മാസിനെ വോളിയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ കിട്ടുന്നത്. ഓക്കെ, അതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫാർമസി അല്ലെങ്കിൽ മെഡിസിനൽ ഫീൽഡിലാണ് നമ്മൾ ഈ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അടുത്ത മറ്റൊന്നാണ് പാർട്സ് പെർ മില്യൺ. എന്താണ് പാർട്സ് പെർ മില്യൺ? നമ്മൾ ഒരു ഹ്യൂജ് ഏരിയ, സാധാരണ ഇതിൽ വാതകങ്ങളെക്കുറിച്ച് ഒക്കെ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ, ഈ ഭൂമി ഒട്ടാകെ ആവട്ടെ, ഈ ഭൂമിയിൽ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അളന്നെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ.
കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ഈ ഭൂമിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രേസ് എമൗണ്ടിൽ മാത്രമേ, ട്രേസ് ക്വാണ്ടിറ്റി വിച്ച് മീൻസ് എ വെരി സ്മാൾ എമൗണ്ട് ആയിരിക്കും ടോട്ടൽ വോളിയമായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള കണ്ടീഷനുകളിലാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? ഈ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത്. ഈ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഷോർട്ട് ഫോം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. PPM കേട്ടിട്ടില്ലേ? PPM എന്ന് PPM ഉണ്ട്, അതേപോലെ PPB ഉണ്ട്. അത് പാർട്സ് പെർ ബില്യൺ കേട്ടോ. ഇത് PPM. ഓക്കെ, അപ്പോൾ എന്താണ് PPM അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ? വെൻ എ സൊല്യൂട്ട് ഈസ് പ്രസന്റ് ഇൻ ട്രേസർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ട്രേസ് ക്വാണ്ടിറ്റി, വെരി സ്മാൾ എമൗണ്ടിലാണ് സൊല്യൂട്ട് ഉള്ളതെന്ന് വിചാരിക്കുക. ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പാർട്സ് പെർ മില്യൺ. അപ്പോഴാണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ പാർട്സ് പെർ മില്യണിലാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് പാർട്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്പോണന്റ് ഇൻ മില്യൺ പാർട്സ്. മില്യൺ പാർട്സ് നമ്മൾ എടുത്തു വെച്ചു. ദശലക്ഷം, അതാണ് ദശലക്ഷത്തിൽ എത്ര അംശം അല്ലെങ്കിൽ എത്ര ഭാഗം, എത്ര പാർട്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് പാർട്സ് പെർ മില്യൺ. ഓക്കെ, പാർട്സ് പെർ മില്യൺ. ഇനി പാർട്സ് പെർ ബില്യൺ ഉണ്ട്. ശതകോടിയിൽ ഒരംശം എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പാർട്സ് പെർ ബില്യൺ എന്ന് പറയാം. അപ്പോൾ PPM എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? പാർട്സ് പെർ മില്യൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കമ്പോണന്റ്. ദശലക്ഷം പാർട്ടുകൾ ഉണ്ട്, അതിൽ എത്ര പാർട്ട് ഇന്ന കമ്പോണന്റ് ഉണ്ട് എന്ന്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വൃത്തം വരയ്ക്കുന്നത് ഏതാണ്ട ഒരു വൃത്തം വരച്ച് ഇതിനെ കുറേ കമ്പോണന്റിൽ പാർട്ടുകളാക്കി മാറ്റി. ഇപ്പം എത്ര പാർട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 പാർട്ടായില്ലേ? ഇതിൽ ഈ 8 പാർട്ടിൽ ഇത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്, ഇത് എക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പം നമുക്ക് എന്തെന്ന് പറയാം? എത്ര പാർട്ട് ഇവിടെ ഉണ്ട്? 8 ഭാഗിച്ച് 2 പാർട്ട് എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പം നമ്പർ ഓഫ് പാർട്സ് ഓഫ് കമ്പോണന്റ് എത്രയുണ്ട്? 2. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഓൾ, ബാക്കി Y ഉണ്ട്, Z ഉണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടാണ് ബാക്കിയുള്ളത്. ഇപ്പം ഇത് ചിലപ്പോൾ Y ആയിരിക്കാം, ഇത് Z ആയിരിക്കാം, ഇത് A ആയിരിക്കാം, ഇത് B ആയിരിക്കാം, ഇതെല്ലാം കൂടെ ചേർന്നാണ് ബാക്കി. നമ്മൾ ആരെ മാത്രമേ നോക്കിയുള്ളൂ? എക്സിനെ മാത്രമേ നോക്കിയുള്ളൂ. എക്സ് എത്ര പാർട്ടുണ്ട്? 2 പാർട്ടുണ്ട്. ടോട്ടൽ പാർട്ട് എത്ര? 8. അപ്പോൾ 2/8 ഇൻറ്റു എത്ര? പാർട്സ് പെർ മില്യൺ ഇൻറ്റു നമ്മൾ എന്ത് കൊടുക്കണം? 10⁶. 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പാർട്സ് പെർ മില്യൺ കിട്ടും. ഓക്കെ, പിന്നെ this concentration terms in parts per million can be expressed as mass to mass, volume to volume and mass to volume. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ പാർട്സ് പെർ മില്യൺ ഇത് എല്ലാത്തിലും എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. പിന്നെയോ ദ കോൺസെൻട്രേഷൻ ഓഫ് പൊള്യൂട്ടൻ്റ് ഇൻ വാട്ടർ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിലുള്ള പൊള്യൂട്ടൻറ്റുകളുടെയും അത് വാട്ടറിലുള്ള പൊള്യൂട്ടൻറ്റുകളുടെയും ഒക്കെ അളവ് നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ പാർട്സ് പെർ മില്യൺ വെച്ചുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് നോക്കിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന കോൺസെൻട്രേഷൻ ടൈമാണ് മോൾ ഫ്രാക്ഷൻ. ഏതാണ്ട് നോക്കുന്നത് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ നമ്മൾ ഇതിൽ എക്സ് എന്നാണ് കാണിച്ചത്. എക്സ് അല്ല, നമ്മൾ കൈ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ് മോൾ ഫ്രാക്ഷനെ സൂചിപ്പിക്കുന്നത്. ഇതാണ് കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഏകദേശം നമുക്ക് തോന്നും എക്സ് എന്ന് തോന്നും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് മോൾസ് of a particular component to the total number of moles. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഇക്വേഷനിലേക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. കുറേ കമ്പോണൻറ്റുകൾ ഇതിനകത്തുണ്ട് എന്ന് വിചാരിക്കുക. അതിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കമ്പോണൻറ്റ്, അതിൽ ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എ എന്ന് പറയുന്നൊരു സംഗതി എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ ഇതൊരു വലിയ സിസ്റ്റമായിട്ടിരിക്കുന്നു. ഇവിടെ എ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്, അതേപോലെ ബി എന്ന് പറയുന്ന മറ്റൊരു കമ്പോണൻ്റ് ഉണ്ട്.
എ എന്ന് പറയുന്നത് എത്രയാണ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NA. അതേപോലെ ബിയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു NB. അപ്പോൾ എയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? NA. ബിയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? NB. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് സീക്വൽ ടു എത്രയെന്ന് പറയാം? NA പ്ലസ് NB എന്ന് പറഞ്ഞുകൂടെ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് NA പ്ലസ് NB എന്ന് പറയാം. ഇനി നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നു. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എങ്ങനെയെന്ന് ചോദിച്ചാൽ എയുടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? NA ആണ് തന്നല്ലോ. ഇതിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? NA പ്ലസ് NB. അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് എഴുതുന്നു, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ആൾ കമ്പോണൻറ്റ്, ബാക്കിയുള്ള എല്ലാ കമ്പോണൻറ്റുകളുടെയും നമ്പർ ഓഫ് മോൾസിൻ്റെ ആകെ തുക എടുക്കുന്നു, അത് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ഇത്ര പോരെ? ബാക്കി നിങ്ങൾ വായിച്ചു നോക്കിയാൽ പോരെ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതിൻ്റെ കൂടുതലായിട്ട് ഉള്ള എക്സാമ്പിൾ വേണമെങ്കിൽ ഇതാ നോക്കാം. വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് കണ്ടന്റുകൾ. അല്ല, എയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് NA, ബിയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് NB. അപ്പോൾ എൻ്റെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ നമ്മൾ കൈ എ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൈ എ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ കൈ എ ഇസ് ഈക്വൽ ടു NA ഡിവൈഡ് ബൈ NA പ്ലസ് NB നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ നമുക്ക് അടുത്ത് വീണ്ടും എന്ത് കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണൻറ്റ് ബി, അതിനെ കൈ ബി എന്ന് എഴുതാം. അതിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇത് മറക്കരുത്, ഓർമ്മിച്ച് വെക്കണം. എന്താണെന്ന്? ഇവിടെ എയുടെ മോൾ ഫ്രാക്ഷൻ കൈ എ, ബിയുടെ മോൾ ഫ്രാക്ഷൻ കൈ ബി. ഇനി വേറൊരെണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക, സി, അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ സി. എത്ര കമ്പോണൻറ്റുകൾ ഉണ്ടോ ഒരു സൊല്യൂഷനകത്ത്, എത്ര കമ്പോണൻറ്റുകൾ ഉണ്ടോ ആ കമ്പോണൻറ്റുകളുടെ എല്ലാ പേരുടെയും മോൾ ഫ്രാക്ഷനുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചപ്പോൾ അത് 2 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് ഉറപ്പിക്കാം? നമ്മൾ ചെയ്തത് തെറ്റി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പിക്കാം. കിട്ടും. അങ്ങനെ 1-നേക്കാൾ കൂടുതൽ കിട്ടില്ല, 1-നേക്കാൾ താഴെയായിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പോൾ സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ആൾ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ എ സിസ്റ്റം ഈസ് ആൾവേസ് ഈക്വൽ ടു 1. അതെപ്പോഴും എന്തായിരിക്കും? 1-ന് തുല്യമായിരിക്കും സം. ഇനി എന്താ പറഞ്ഞത്? മോൾ ഫ്രാക്ഷൻ ഈസ് യൂസ്ഫുൾ ടു ഡിസ്ക്രൈബിങ് ദ കാൽക്കുലേഷൻ ഇൻവോൾവിങ് ഗ്യാസ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഗേഷ്യസ് മിക്സ്ചേഴ്സിനകത്തുള്ള എന്തിനെക്കുറിച്ച്? ആ ഗേഷ്യസ് മിക്സ്ചേഴ്സിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കാൽക്കുലേഷൻസിനെയൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണേ? ഓക്കെ. അപ്പോൾ ഇതാണ് മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം. അടുത്തത് നോക്കട്ടെ. നമുക്ക് തിരിഞ്ഞു പോകുന്ന സംഗതികളാണ്. മൊളാരിറ്റി നമ്മൾ ക്യാപിറ്റൽ M കൊണ്ട് ഡിനോട്ട് ചെയ്യും. എന്താണ് മൊളാരിറ്റി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇനി നമ്മൾ ഒരു ടേം കൂടെ പഠിക്കും, മൊളാരിറ്റി. ഇത് മൊളാലിറ്റി എന്ന് പറയുന്ന മറ്റൊരു ടേം കൂടെ പഠിക്കും. അപ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട്, അത് തന്നെയാണ് അതിൻ്റെ മുകളിൽ. പക്ഷേ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ N/V ആണ് ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം മാസ് ഓഫ് ദ സൊല്യൂട്ട് കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, മാസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ മോളാർ മാസ്. അതായത് M എന്ന് പറയുന്നത് ഒരു കണ്ടന്റിന്റെ മാസ് എന്ന് വിചാരിക്കുക, അതിൻ്റെ മോളാർ മാസ് എന്നത് ക്യാപിറ്റൽ M ആണ് എന്ന് വിചാരിക്കുക.
അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് മോൾസ് n ഇസ് ഈക്വൽ ടു m ബൈ ക്യാപിറ്റൽ M എന്നാണ്. അതുകൊണ്ട് നമ്മൾ നോക്കൂ ഈ ഇക്വേഷൻ, അതായത് മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടോ, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടോ, മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് അത് ആർക്ക് തുല്യമായി, ആർക്ക് ആ നമ്പർ ഓഫ് മോൾസിന് തുല്യമായി, ഇൻറ്റു അല്ലെങ്കിൽ ഡിവൈഡ് ബൈ എന്ത് വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൊളാരിറ്റിയെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. അപ്പോൾ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഒരു ലിറ്റർ സൊല്യൂഷനകത്ത് അല്ലെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എപ്പോഴും നമ്മൾ പറയേണ്ടത് വോളിയം അവിടെ എന്തിലേ പറയാവുള്ളൂ, ലിറ്റർ, വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ കൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലിറ്റർ ഓഫ് സൊല്യൂഷനകത്ത് എത്രമാത്രം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ അതിന് നമുക്ക് എന്തെന്ന് പറയാടെ, മൊളാരിറ്റി എന്ന് പറയാം. ഓക്കെ ആണ്. ഇനി നമ്മൾ പോകുന്നു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നതിനെ കുറിച്ച് മാത്രം ആദ്യം പറയാം. ഡിറ്റർമിനേഷൻ ഓഫ് മോളാർ മാസ് അത് പിന്നത്തേക്ക് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു പുതിയ ടേമാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട്. The properties which depend only on the number of solute particles and not on their nature. നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയും അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുമായിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് പൊതുവേ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുകയും അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലെ ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഒന്നാമത്തേതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന കുറവ്, ആ റിലേറ്റീവ് ലോവറിംഗ് ആപേക്ഷികമായിട്ടുണ്ടാകുന്ന കുറവ്. അടുത്തത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ ഒരു കണ്ടന്റിന്റെ ബോയിലിംഗ് പോയിന്റിലുള്ള വർധനവ്. അടുത്തതോ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റിലെ ഡിപ്രഷൻ, ഫ്രീസിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻ. പിന്നെ ഉള്ളത് ഓസ്മോട്ടിക് പ്രഷർ. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് എത്ര എണ്ണമാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, രണ്ട് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, മൂന്ന് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, നാല് ഓസ്മോട്ടിക് പ്രഷർ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പേരുകൾ കേട്ട് ഭയപ്പെടേണ്ട, ജസ്റ്റ് കാര്യം പറഞ്ഞ് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഒന്നാമത്തേലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തേത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, ശ്രദ്ധിക്കും. എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. വെൻ എ നോൺ വോളട്ടൈൽ സൊല്യൂട്ട്. എന്താണ് വോളട്ടൈൽ, നോൺ വോളട്ടൈൽ? വോളട്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുന്ന സംഗതികളെ ചൂട് കിട്ടുമ്പോൾ ബാഷ്പീകരിച്ച് പോകാൻ കപ്പാസിറ്റി ഉള്ളവയാണ് വോളട്ടൈൽ എന്ന് പറയുന്നത്. ആ കപ്പാസിറ്റി ഇല്ലാത്തവയെ നോൺ വോളട്ടൈൽ എന്ന് പറയും. അപ്പോൾ ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ പ്യുവർ സോൾവെൻറ്റ്. ഒരു പ്യുവർ സോൾവെൻറ്റിനകത്തേക്ക് ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോഴേക്കും വേപ്പർ പ്രഷർ ഓഫ് ദി റിസൾട്ടിംഗ് സൊല്യൂഷൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. അപ്പോഴവിടെ ഉണ്ടാകുന്ന ഒരു സൊല്യൂഷൻ ആവുമല്ലോ, രണ്ട് കണ്ടന്റുകളെ ചേർക്കുമ്പോൾ അത് സൊല്യൂഷൻ ആവുമല്ലോ. ആ പുതിയ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, പിന്നെയോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് കാൾഡ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇപ്പോഴിവിടെ നമ്മൾ പ്യുവർ ആയിട്ടുള്ളൊരു സോൾവെൻ്റ് എടുത്തു, നമ്മളൊരു ബൈനറി സൊല്യൂഷൻ എടുത്തു. ഒരു ബൈനറി സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത്
ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, ഒളട്ടൈൽ നോൺ ഒളട്ടൈൽ ആയിട്ടുള്ളൊരു സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സോൾവെൻറ്റിനെ നമ്മൾ 1 എന്ന് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1 എന്ന് വിളിക്കുന്നു. അവിടെ ഉള്ള നോൺ ഒളട്ടൈൽ സൊല്യൂട്ടിനെ നമ്മൾ 2 എന്ന് എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ബൈനറി സൊല്യൂഷൻ അവിടെ സോൾവെൻറ്റിനെ നമ്മൾ നമ്പർ ചെയ്തു 1 എന്ന്, സൊല്യൂട്ടിനെ നമ്മൾ എന്തെന്ന് നമ്പർ ചെയ്തു 2 എന്ന് എന്ത് ചെയ്തു നമ്പർ ചെയ്തു. ഓക്കെയാണ്. ഇനി ഇവയുടെയൊക്കെ വേപ്പർ പ്രഷറുകൾ നമ്മൾ നോക്കുവാണ്. ഓക്കെ, സോൾവെന്റ് പ്യുവർ സ്റ്റേറ്റിൽ ഇരുന്നപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറിനെ P10 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. സോൾവെന്റ് പ്യുവർ ആയിരുന്നപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ P10 എന്ന് എന്ത് ചെയ്തു ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ അതിനകത്തേക്ക് നോൺ വോളട്ടൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്തല്ലോ. അപ്പം നോൺ വോളട്ടൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്തപ്പോൾ അത് പിന്നെ സൊല്യൂഷൻ ആയല്ലോ. ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ P1 എന്ന് പറഞ്ഞു. നേരത്തെ P10, ഇത് P1 എന്ന് നമ്മൾ എന്ത് ചെയ്തു ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു നിയമം പഠിക്കും, അത് വിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ആ നിയമത്തിൻ്റെ പേരാണ് റയോൾസ് ലാ. ഈ റയോൾസ് ലാ അനുസരിച്ച് ഒരു സൊല്യൂഷൻ്റെ പിന്നെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും അവിടെയുള്ള ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നേരനുപാതത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ P1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു K1 എന്ന് എഴുതണം. അപ്പോൾ അതിനെ ഇക്വേഷനാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേം കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത കോൺസ്റ്റന്റ് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? P1 = P10 ഇൻറ്റു K1. ഇത് റയോൾസ് ലാ ആണ് കേട്ടോ. റയോൾസ് ലാ നമ്മൾ പഠിക്കാതെയാണ് ഇതിലേക്ക് വന്നത്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആകണ്ട. അതുകൊണ്ട് P1 = അതായത് ഒരു കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ = ആ കമ്പോണൻറ്റ് അല്ലെങ്കിൽ പ്യുവർ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ = അതിനകത്തുള്ള സോൾവെൻറ്റ് പ്യുവർ ആയിരിക്കുമ്പോൾ ഉള്ള വേപ്പർ പ്രഷർ ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം. അപ്പം നമ്മളിവിടെ P1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ. അത് P1 = P10 ഇൻറ്റു K1 എന്ന് നമുക്ക് കിട്ടി. ആദ്യം ഉണ്ടായിരുന്ന പ്യുവർ സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ P10 എന്ന് നമ്മൾ ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ΔP. കണ്ടോ, ΔP. അപ്പോൾ കുറയുമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ വലുതാരായിരിക്കും? P10 ആയിരിക്കുമല്ലേ വലുത്. പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ആയിരിക്കുമല്ലോ വലുത്. അപ്പോൾ വലുത് നമ്മൾ ചെറുത് കുറയ്ക്കുന്നു. അപ്പോൾ P10 മൈനസ് P1. അപ്പോൾ നോക്കൂ, P10 ഇവിടെ ഉണ്ട്. P1 വില എന്താണ്? ഇതല്ലേ P1 വില. അതെടുത്ത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പം P10 മൈനസ് P10 ഇൻറ്റു K1 എന്ന് കിട്ടും. ഈ വ്യത്യാസമായതുകൊണ്ട് ആ വ്യത്യാസത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ΔP അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന കണ്ടൻറ്റൂടെ ചേർത്താണ് പറയുന്നത്. അപ്പോൾ വ്യത്യാസമായതുകൊണ്ടാണ് ΔP എന്നവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? P10 മൈനസ് P10 ഇൻറ്റു K1 എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ടേമുകളിലും കോമൺ ആയിട്ട് ആരുണ്ടോ? ഒരു P10 കിടക്കുന്നത് കണ്ടോ. ആ P10 നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് P10 ഇൻറ്റു ഇവിടെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നേ ഉള്ളൂ, 1 മൈനസ് K1 എന്ന് കിട്ടി. നമുക്ക് എന്തറിയാം? ഈ K1 K2 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1 കിട്ടുന്നത്. അതുകൊണ്ട് K1 + K2 എപ്പോഴും ഒന്നാണ്, ബൈനറി സൊല്യൂഷനാണ്. അതുകൊണ്ടാണ് K1 K2 മാത്രം വന്നത്. അതായത് ഒരു സൊല്യൂഷനകത്തുള്ള എത്ര കമ്പോണൻറ്റുകളുണ്ടോ അവയുടെ എല്ലാത്തിൻ്റെയും മോൾ ഫ്രാക്ഷൻ്റെ തുക എന്ന് പറയുന്നത് 1. ഇവിടെ 2 കമ്പോണൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ 2 കമ്പോണൻറ്റ്, ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ K1 എന്നും രണ്ടാമത്തെ K2 എന്നും എടുത്തു. അതിൻ്റെ തുക എത്രയായി? 1. ഈ ബ്രാക്കറ്റിൽ 1 മൈനസ് K1 എന്നല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ആ ഇതിൽ നിന്ന് 1 മൈനസ് K1 ആയി കഴിഞ്ഞാൽ, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എന്തിന് തുല്യമാവും? അത് K2 അല്ലേ. അപ്പോൾ K2 = 1 മൈനസ് K1 എന്ന് നമുക്ക് പറയാം.
അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തുള്ള 1 മൈനസ് കൈ 1ന്റെ ഭാഗത്ത് നമുക്ക് ആരെ ഉൾപ്പെടുത്താടെ കൈ 2നെ കൊടുക്കാം. അപ്പം നമുക്ക് ഡെൽറ്റ പി സീക്വൽ ടു എന്തെന്ന് കിട്ടും? P10 ഇൻറ്റു കൈ 2 എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? P10 ഇൻറ്റു കൈ 2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്ന് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുമല്ലേ, അപ്പോൾ വേണമെങ്കിൽ ഇതിനെ റേഷ്യോ ആക്കി എഴുതാം. ഈ P10 താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെൽറ്റ പി ഡിവൈഡ് ബൈ P10 ഇസ് ഈക്വൽ ടു കൈ 2 എന്ന് കിട്ടും. അതാണ് അവിടുത്തെ മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയൊന്നും നമ്മൾ ഡെറിവേഷൻ ഒന്നും നമ്മൾ എടുക്കണ്ട. നമ്മൾ ഈ ഇക്വേഷൻ P1 ഇസ് ഈക്വൽ ടു P10 ഇൻറ്റു കൈ 1 അതെടുക്കുക. പിന്നെ കൈ 1 പ്ലസ് കൈ 2 ഇസ് ഈക്വൽ ടു 1 എന്നതെടുക്കുക. ഇനി 1 മൈനസ് കൈ 1 എന്ന് പറയുന്നത് കൈ 2 ആണ്. അത് ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടും. പിന്നെ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു P10 ഇൻറ്റു കൈ 2 എന്നും ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണ്. ഇപ്പം നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ സംഗതി എന്താണ്? നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഒരു പ്യുവർ സോൾവെൻറ്റിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയും. ഇപ്പം നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയും. ആ വേപ്പർ പ്രഷർ കുറയുന്നത് ആരെക്കാളും കുറവായിരിക്കും? നമ്മുടെ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അങ്ങനെ രണ്ട് പ്രഷറുകൾ നമുക്ക് കിട്ടും. പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കിട്ടും, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും കിട്ടും. അത് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോവറിങ് ഇൻ വേപ്പർ പ്രഷറിലെ വ്യത്യാസം കിട്ടും. ഓക്കെ ആണോ? ശരി, ഇനി നോക്കൂ. നമ്മളിപ്പോൾ എത്രയാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് കണ്ടുപിടിച്ചു. അതായത് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു P10 ഇൻറ്റു കൈ 2 എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചു. പക്ഷെ നമുക്കിവിടെ ഒരു റേഷ്യോ ഉണ്ടാക്കണം. ഈ റേഷ്യോ എന്ന് വെച്ചാൽ ഡെൽറ്റ പി ഡിവൈഡ് ബൈ P10. ഡെൽറ്റ പി എന്നയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ആ ഡെൽറ്റ പിയെ P10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അതെന്താ അങ്ങനെ പറയുന്നത്? റിലേറ്റീവ് വെലോസിറ്റി എന്നൊക്കെ ആപേക്ഷിക പ്രവേഗം, റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ റിലേറ്റീവ് ലോവറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെങ്കിലും അനുസരിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും ആപേക്ഷികമായി മറ്റൊന്നിൻ്റെ ചേഞ്ച്. ഇവിടെ ആർക്ക് ആപേക്ഷികമായിട്ടാണ്? ഈ P10 എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റിൻ്റെ എന്താണ്? വേപ്പർ പ്രഷറാണ്. അതിന് ആനുപാതികമായിട്ടുള്ള ചേഞ്ച് അല്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, ആ ചേഞ്ചിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ സിംപ്ലി മീൻസ് ദ റേഷ്യോ ഓഫ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ടു ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ എത്രമാത്രമാണോ വേപ്പർ പ്രഷറിലെ കുറവുണ്ടാകുന്നത് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നത്, ആ വ്യത്യാസത്തിനെ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോവിനെയാണ് അങ്ങനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇനി ജസ്റ്റ് കണക്റ്റീവ് ഫാക്ടറായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കൈ 2 എന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് വിളിക്കാം. ഇപ്പോൾ N1 ഉം N2 എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ആണ്. ഈ ഒന്നാമത്തതിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ N1 എന്നും രണ്ടാമത്തെ 2 എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ N2 എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡൈല്യൂട്ടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് കമ്പോണൻറ്റുകൾ പറഞ്ഞത് സോൾവെൻറ്റിനെയാണ് നമ്മൾ 1 എന്ന് വിളിച്ചത്. അതുകൊണ്ട് സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് N1. ഇവിടുത്തെ സൊല്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? 2 എന്ന് വിളിച്ചത്. അതുകൊണ്ട് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് എന്തെന്ന് പറയുന്നത്? N2 എന്ന് പറയുന്നത്. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കുറവായിരിക്കില്ലേ? സോൾവെൻ്റ് അളവായിരിക്കുമല്ലേ വളരെ കൂടുതൽ. ഇവിടെ നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ml HCl എടുക്കുന്നു, എന്നിട്ട് അതിനകത്ത് ഒരു 100 ml വാട്ടർ അല്ലെങ്കിൽ 90 ml വാട്ടർ ചേർക്കുന്നു. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയില്ലേ സംഗതി?
അപ്പോൾ അവിടെ ഇതൊരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ ഈ N2 എന്ന് പറയുന്ന സൊല്യൂട്ടിൻ്റെ അളവ് വളരെ ചെറുതായിരിക്കുമല്ലേ? ആരുടെ അളവിനേക്കാൾ? N1 എന്ന് പറയുന്ന സോൾവെൻറ്റിൻ്റെ അളവിനേക്കാൾ വളരെ ചെറുതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിനോമിനേറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്ററിൽ നിന്ന് ആരെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും? N1നെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആരെ നെഗ്ലക്റ്റ് ചെയ്യാൻ? മറിച്ച് നമുക്ക് N2 എന്ന് പറയുന്ന ടേമിനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ എന്തെന്ന് കിട്ടും? N2 / N1 എന്ന് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ chi2ൻ്റെ വാല്യൂ നമുക്ക് N2 / N1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്ന റേഷ്യോ അനുസരിച്ച് നമ്മൾ എന്താ കണ്ടുപിടിച്ച് വെച്ചത്? ΔP / P10. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ. അത് എന്തിന് തുല്യം എന്ന് പറയാം? N2 / N1 തുല്യമാണെന്ന് പറയാം. N2 / N1 തുല്യം എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാം? മാസിലേക്ക് മാറ്റാം. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു N എന്നത് ഈക്വൽ ടു മാസ് അല്ലെങ്കിൽ വെയിറ്റ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണെന്ന് പറഞ്ഞില്ലേ നേരത്തെ? ഞാൻ ചെറിയ m ഇട്ടാണ് കാണിച്ചത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ തന്നിരിക്കുന്നതിൻ്റെ വെയിറ്റ് എത്രയാണോ ആ മാസ് എത്രയാണോ അതിന് മോളാർ മാസ് ഉണ്ട്. ആ കമ്പോണൻറ്റിന് മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ N2 എന്ന് പറയുന്ന കമ്പോണൻറ്റ്, അപ്പോഴും നമുക്ക് എന്തെന്ന് പറയാം? N2ന് പകരം W2 ഡിവൈഡഡ് ബൈ M2 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അതേപോലെ N1ന് പകരം W1 ഡിവൈഡ് ബൈ അതിൻ്റെ മോളാർ മാസ് M1 എന്ന് എഴുതിക്കൂടെ? എഴുതാം. എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് താണ്ട ഈ ഒരു ഫോമിലേക്ക് വരും. ഓക്കെ. ഇവിടുത്തെ W1 എന്ന് പറയുന്നത് W2 എന്ന് പറയുന്നത് മാസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിരിക്കുന്ന കമ്പോണൻറ്റുകളുടെ മാസാണ്. ആരുടെയൊക്കെ? W1 എന്ന് പറയുന്നത് അവിടുത്തെ സോൾവെൻറ്റിൻ്റെ മാസ്, W2 എന്ന് പറയുന്നത് അവിടുത്തെ സൊല്യൂട്ടിൻ്റെ മാസ്. ഓക്കെയാണ്. വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇതാ നോക്കുന്നു രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കടക്കുന്നു. രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പേരെന്താണ്ട്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് പേര്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിലെ വർധനവാണ് അവിടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെ വർധനവും സിമ്പിളി നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഈ ബീഫൊക്കെ വയ്ക്കാൻ നേരത്ത് പെട്ടെന്ന് വേവണമെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിനകത്ത് അല്ലെങ്കിൽ ബീഫ് ആദ്യം നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടാക്കുമ്പോൾ വേവിക്കുമ്പോൾ അതിൽ വെക്കുന്ന വെള്ളത്തിനകത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇടുമ്പോൾ അത് പെട്ടെന്ന് വേകും. അതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല. ഈ 100 ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണ ജലം എന്ത് ചെയ്യുന്നത്? തിളയ്ക്കുന്നത്. ഇതിനകത്തേക്ക് പുതിയൊരു കമ്പോണൻ്റ് കൂടെ ചെന്ന് വീഴുമ്പോൾ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് റൈസ് ചെയ്യും. 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കാനുള്ള സാധനം ഒരു 120 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു 100-120 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത്? ബോയിൽ ചെയ്യുക വെള്ളം. അപ്പോൾ അത്രയും കൂടെ ഹീറ്റ് ആരൊക്കെ കിട്ടും? അതിനകത്ത് വേകാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന മീറ്റിന് കിട്ടും. അപ്പോൾ അത് പെട്ടെന്ന് വേകും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വർധനവിനെയാണ് സിമ്പിളി നമ്മൾ എന്തെന്ന് പറയുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഈ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ഒന്നും മനസ്സിലാക്കിക്കൊണ്ടോ കെമിസ്ട്രി പഠിച്ചിട്ടോ ഒന്നും അല്ല അമ്മ ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. സിമ്പിളി ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് is a temperature at which its vapor pressure become equal to atmospheric pressure. ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ബോയിൽ ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫെറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ നേരം കൊണ്ട് പറയുന്ന ഒരു ടേമാണ് ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന ടേം. ഇവിടെ വേറെ ഒന്നുമില്ല. വേപ്പർ പ്രഷർ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. നോർമലി ഈ വാട്ടറിലെ കുറച്ച് കണ്ടൻറ്റ് വേപ്പറായി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ ഈ വേപ്പർ താഴേക്കൊരു പ്രഷർ കൊടുക്കൂലേ? കൊടുക്കുമോ ഇല്ലേ? കൊടുക്കും. ഈ കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേപ്പർ പ്രഷർ. സിമ്പിളി പറഞ്ഞാൽ ദ പ്രഷർ എക്സർട്ടഡ് ബൈ ദി വേപ്പേഴ്സ് ഓഫ് ദി സെയിം ലിക്വിഡ്. ഈ ലിക്വിഡിലെ വേപ്പറുകൾ അതിൻ്റെ മുകളിലേക്ക് തന്നെ പോയിട്ട് അതിനിട്ട് തന്നെ കൊടുക്കുന്ന പണി എന്ന് വെച്ചാൽ ഇവിടെയുള്ള ലിക്വിഡ് ഏതാണോ അത് വേപ്പറായി മുകളിൽ നിന്നിട്ട്
ആ ലിക്വിഡിൻ്റെ സർഫസിൽ തന്നെ ഏൽപ്പിക്കുന്ന പ്രഷർ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന സാധനം അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ദ്രാവകം എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? തിളയ്ക്കാൻ തുടങ്ങുന്നത്. അതുവരെയും ദ്രാവകം ഒരു ദ്രാവകം എന്ത് ചെയ്യില്ല? തിളക്കില്ല. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു വെൻ എ നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ പ്യുവർ സോൾവെന്റ്. ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് നിങ്ങൾ എടുത്തു ഒരു പ്യുവർ സോൾവെന്റിൽ ആഡ് ചെയ്തപ്പോഴോ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ ഓൾവേസ് ഇൻക്രീസസ്, അല്ലെങ്കിൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ പ്യുവർ സോൾവെന്റ്. അങ്ങനെ വരുമ്പോൾ ആ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് ആർക്ക് കൂടുമെന്നാ പറഞ്ഞത്? നമ്മൾ പുതുതായിട്ടുണ്ടാക്കുന്ന റിസൾട്ടിംഗ് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ടിനെ നിങ്ങൾ ഒരു പ്യുവർ സോൾവെന്റിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള ബോയിലിംഗ് പോയിന്റ്, റിസൾട്ടിംഗ് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് അവിടെയുള്ള സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ടെമ്പറേച്ചർ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് T കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി പൂർണ്ണമായിട്ടും പറഞ്ഞു തീർന്നില്ല, വ്യത്യാസമാണല്ലോ, അതിന് എന്ത് കാണിക്കണം? ഒരു ഡെൽറ്റ കൊടുക്കണം. എന്തിനുള്ള വ്യത്യാസമാണ്? ബോയിലിംഗ് പോയിന്റിന്റെ വ്യത്യാസം. അതുകൊണ്ട് അത് സൂചിപ്പിക്കാൻ ഒരു ബിയും കൂടെ കൊടുക്കണം. അപ്പോൾ എന്തായി? ഡെൽറ്റ TB എന്നായി. അങ്ങനെയാണ് നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ TB എന്നാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആൻഡ് പ്യുവർ സോൾവെന്റ്. സൊല്യൂഷൻ്റെയും പ്യുവർ സോൾവെന്റിൻ്റെയും ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം, അതിനെ നമ്മൾ ഡെൽറ്റ TB, അതിനെയാണ് നമ്മൾ എന്തെന്ന് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനെ നമ്മൾ എന്തെന്ന് കാണിച്ചു? TB0 എന്ന് കാണിച്ചു. ഇനി ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടായ വർധനവിനെ അല്ലെങ്കിൽ എലിവേഷനെ നമ്മൾ എന്തെന്ന് കാണിച്ചു? വെറും TB എന്ന് മാത്രം സൂചിപ്പിച്ചു. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡെൽറ്റ TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി പ്യുവർ സോൾവെന്റ്. ഈ ഡെൽറ്റ TB എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷനെ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷനിൽ നിന്ന് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് കുറച്ചാൽ പോരെ? കുറച്ചാൽ കിട്ടും. ഡെൽറ്റ TB കണ്ടുപിടിക്കുക. ഈക്വൽ ടു ഇവിടെ ഡെൽറ്റ TB എന്ന് കൊടുക്കണം. ഡെൽറ്റ TB ഈക്വൽ ടു TB മൈനസ് TB0. എന്തുകൊണ്ടാണ് ഇവിടെ TB0 രണ്ടാമത് വന്നത്? ഈ TB0യേക്കാളും കൂടുതലാണ് സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്. അതുകൊണ്ട് വലുതിന് ചെറുതല്ലേ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ വലുതിന് ചെറുത് കുറച്ചു, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു പ്ലോട്ട് വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. നമ്മളൊരു ഗ്രാഫ് ഇവിടെ എന്ത് ചെയ്യുന്നു? പ്ലോട്ട് ചെയ്യുന്നു. എന്തിനെയൊക്കെ വെച്ചുകൊണ്ട്? ബിറ്റ്വീൻ വേപ്പർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഏതിനെയൊക്കെയാണ് എടുക്കുന്നത്? വേപ്പർ പ്രഷറിനെ എടുക്കുന്നു, അതേപോലെ ടെമ്പറേച്ചറിനെ എടുക്കുന്നു. അങ്ങനെ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. അത് കാര്യം എന്താണ്? ഇതാ ഇവിടെ നോക്കൂ. ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ, വൈ ആക്സിസിൽ എന്ത്? വേപ്പർ പ്രഷർ. ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് കൂടി പോകുന്നു, ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് കൂടി പോകുന്നു. ഇത് നോക്കൂ, നമ്മൾ സോൾവെന്റ് എടുത്തപ്പോൾ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കിട്ടാനെങ്കിൽ ടെമ്പറേച്ചർ കണ്ടോ? ബോയിലിംഗ് പോയിന്റ് വേപ്പർ പ്രഷറില്ല, ബോയിലിംഗ് പോയിന്റ് കണ്ടോ? ഇവിടെ ആയിരുന്നു. ഇതിനെയാണ് നമ്മൾ TB0 എന്ന് പറഞ്ഞത്, പ്യുവർ സോൾവെന്റിന്റെ. അത് സൊല്യൂഷൻ ആയപ്പോൾ കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ ഗ്രാഫ് കണ്ടോ മാറിയത് ഇതാ ഇങ്ങോട്ടെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് TB ആയിട്ട് മാറി. കണ്ടോ? അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന വാല്യൂ ഇങ്ങോട്ടേക്ക് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ കൂടി, ടെമ്പറേച്ചർ കൂടി. അതിന്റെ ഡിഫറൻസ് നമുക്ക് എടുക്കാം. ഇതാണ് വലുത് TB മൈനസ് ഇതാണ് ചെറുത് TB0. അതിന് നമുക്ക് എന്തെന്ന് സൂചിപ്പിക്കാം? ഡെൽറ്റ T എന്ന് സൂചിപ്പിക്കാം. ഇതല്ലേടെ നമ്മൾ കണ്ടുപിടിച്ചത്, നേരത്തെ പറഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോൾവെന്റിനകത്തേക്ക് നോൺ വോളട്ടൈൽ ആയിട്ടുള്ള ഒരു എന്തിനെ നമ്മൾ ചേർത്താൽ, ഒരു സൊല്യൂട്ടിനെ ചേർത്ത് കഴിഞ്ഞാൽ ആ പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് സൊല്യൂഷൻ്റെ ഇത് കൂടും എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്.
അപ്പോൾ അതാണ് അതിൻ്റെ ഗ്രാഫ്. ഇനി എങ്ങാനും ഗ്രാഫിൻ്റെ എന്തെങ്കിലും ഡിഫറൻസ് ചോദിക്കുന്നതെങ്കിലും ഒന്ന് കരുതിയിട്ടാണ് ആ ഗ്രാഫ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ആ ബോയിലിംഗ് പോയിന്റിൻ്റെ എലിവേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഡെൽറ്റ ടി ബി എന്നല്ലേ പറഞ്ഞത്. അത് മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും കേട്ടോ. അതൊന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. അത് മൊളാലിറ്റിക്ക്, ഇതാ ഈ ഒരു സംഖ്യ മൊളാലിറ്റി, അത് നമ്മൾ പറയും മൊളാലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റിനെയാണ് കെ ബി എന്ന് പറയുന്നത്, കെ ബി. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ്. ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയും കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ പേര് കൂടി ഓർമ്മിച്ച് വയ്ക്കുക. അതിന് ഞാൻ കിടന്ന് റിപ്പീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ ആണേ. ഇനി ഇതിൻ്റെ യൂണിറ്റ് കെ ബിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കെൽവിൻ കിലോഗ്രാം പെർ മോൾ. വാട്ടറിനെ സംബന്ധിച്ച് ഇതിൻ്റെ വാല്യൂ അത് ഓർമ്മിച്ച് വയ്ക്കണം. വാട്ടറിനെ സംബന്ധിച്ച് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൻ്റെ വാല്യൂ 0. കോൺസ്റ്റന്റിൻ്റെ വാല്യൂ ആണ് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ. ബോയിലിംഗ് പോയിന്റിൻ്റെ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ കെ ബിയുടെ വാല്യൂ 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വയ്ക്കണം. പിന്നെ ബാക്കി ഈ ഭാഗം നോക്കണ്ട, അത് അതിൽ കിടന്നോട്ടെ. അപ്പോൾ ഇതുവരെയുള്ള കേസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ കെ ബിയുടെ വാട്ടറിൻ്റെ കെ ബിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൊള്ളാമെന്നുള്ളതാണ് 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ് കെ ബിയുടെ വാല്യൂ ഫോർ വാട്ടർ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം കൂടി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് എന്തിലേക്ക് പോകാം, നമ്മുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പം സൊല്യൂഷൻ എന്ന് പറയുന്ന പുതിയൊരു പോർഷനാണ് നമ്മളിന്ന് എന്ത് ചെയ്തത്, തുടങ്ങി വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന പോർഷനാണ് ഇന്ന് തുടങ്ങി വെച്ചത്. എന്താണ് സൊല്യൂഷൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. പിന്നെ ബൈനറി സൊല്യൂഷൻ എന്താണ്, പിന്നെ സൊല്യൂട്ട് എന്താണ്, സോൾവെന്റ് എന്താണ് എന്ന് പറഞ്ഞു. പിന്നെ സൊല്യൂഷൻ്റെ ഫേസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഗ്യാഷ്യസ് സൊല്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ സോളിഡ് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് സൊല്യൂഷനും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ലിക്വിഡ് സൊല്യൂഷനും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിപ്പോയതാണ്. പിന്നെ കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി കോൺസെൻട്രേഷനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആ ടേമുകൾ നമ്മൾ പലതും പഠിച്ചു. മാസ് പെർസെൻറ്റേജ് പഠിച്ചു, വോളിയം പെർസെൻറ്റേജ് പഠിച്ചു, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് പഠിച്ചു. പിന്നെ എന്ത് പറഞ്ഞു, പിന്നെ പാർട്സ് പെർ മില്യൺ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ പാർട്സ് പെർ ബില്യനും കൂടെ പറഞ്ഞു പോയി. പിന്നെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ എത്തി. അതിനുശേഷം നമ്മൾ അതിൻ്റെ എക്സാമ്പിളുകളും കാര്യങ്ങളും ഒക്കെ നോക്കി മൊളാരിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 ഉണ്ടെന്ന് പറഞ്ഞു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നും, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നും, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്നും, ഓസ്മോട്ടിക് പ്രഷർ എന്നും പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 4 ഉണ്ട്. അതിൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി 2 നമുക്ക് പിന്നീട് ചെയ്യേണ്ടതാണ്, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ്. അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ഡെറിവേഷൻ, അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എല്ലാം നോക്കി. ഇനി ആവർത്തിച്ച് പറയുന്നില്ല. അതിനുശേഷം നമ്മൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി എന്ന് പറയുന്ന ടേമിലേക്ക് എത്തി. അതിൻ്റെയും ഇക്വേഷൻസും കാര്യങ്ങളും ആ വേണ്ടപ്പെട്ട ഗ്രാഫുകൾ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് പോയി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഫൈൻസ് എ സൊല്യൂഷൻ? ഒരു സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി നോക്കൂ, എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കമ്പോണൻറ്റ്. 2 അതിലധികമോ കമ്പോണൻറ്റുകളുടെ ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഇനി വലിയ ചർച്ചയുടെ ആവശ്യം ഇല്ല. അടുത്തതോ, ഇൻ എ സൊല്യൂഷൻ ദ സോൾവെന്റ് ഈസ് യൂഷ്വലി
the component that is present in smaller quantity, dissolve other component is present in larger quantity, പിന്നെ ഡിറ്റർമൈൻസ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സൊല്യൂഷൻ. അതൊന്നും നമുക്ക് നോക്കണ്ട. അതിനകത്ത് നമ്മൾ നോർമലി പഠിച്ച സിമ്പിളായിട്ടുള്ള കാര്യം മാത്രം ഈസ് പ്രസൻറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി കേട്ടോ. അത് വലുതായിട്ട് ഇനി കൺഫ്യൂഷൻ അടിക്കാൻ പോകണ്ട. സിമ്പിൾ ലോജിക്കിൽ അങ്ങ് ചിന്തിച്ചാൽ മതി. കൂടുതൽ എമൗണ്ട് കാണപ്പെടുന്നത് ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത് സോൾവെൻറ്റ്. ഓക്കെ ആണോ? ഇതിനടുത്ത് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഓൺലി 2 കമ്പോണൻറ്റ്. 2 കമ്പോണൻറ്റ് മാത്രമുള്ള സൊല്യൂഷൻ നമ്മൾ എന്ത് പേരിൽ വിളിക്കൂടെ? ഇതാ കിടക്കുന്നു. അത് ഇനി പറയേണ്ട കാര്യമില്ല. ബൈനറി സൊല്യൂഷൻ. 2 കമ്പോണൻറ്റ് മാത്രമുള്ള സൊല്യൂഷൻ നമ്മൾ എപ്പോഴും എന്തെന്നാണ് വിളിക്കുക? ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗേഷ്യസ് സൊല്യൂഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ഗേഷ്യസ് സൊല്യൂഷൻ ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഗേഷ്യസ് സൊല്യൂഷൻ. എക്സാമ്പിൾ വേണ്ട, മിക്സ്ചർ ഓഫ് O2 ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, O2 ആൻഡ് CO2 തന്നെയല്ലോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A liquid solution, if the solute is a gas, which of the following could be an example? A liquid solution, if the solute is a gas, a solute gas ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ആ എക്സാമ്പിൾ അതിൻ്റെ എക്സാമ്പിളായി പരിഗണിക്കാം? ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, അത് സോളിഡ് ലിക്വിഡുമാണ്. ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ, ഏതാണ്? ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. നോക്കൂ, ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ട് ഓക്സിജൻ ആണ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. സോൾവെന്റ് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എ സോളിഡ് സൊല്യൂഷൻ? വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എ സോളിഡ് സൊല്യൂഷൻ വിത്ത് എ ഗ്യാസ് ആസ് ദ സൊല്യൂട്ട്? സൊല്യൂട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ. ആൽക്കഹോൾ ഇൻ വാട്ടർ ആണോ? റെഡ് ലിക്വിഡ് ആണ്. ഹൈഡ്രജൻ ഇൻ പലേഡിയം നമ്മൾ എക്സാമ്പിൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി ആണ് അപ്പോൾ അവിടുത്തെ ശരിയായ ഉത്തരം. പിന്നെ നോക്കൂ, മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി ഓൾ കമ്പോണൻറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ ഏതാണ് ശരി? മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ. ഓപ്ഷൻ ഡി അല്ലേ ശരിയായ ഉത്തരം? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഈസ് കോമൺ മെഷർ യൂസ്ഡ് ഇൻ. മാസ് ബൈ വോളിയം അത് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുക്കിങ്ങിനാണോ? ഇനി ഇൻഡസ്ട്രിയൽ കെമിക്കൽ പ്രോപ്പർട്ടീസിനാണോ? മെഡിസിനൽ ആൻഡ് ഫാർമസിയിലാണോ? ആണ്, മെഡിസിനൽ ആൻഡ് ഫാർമസിയിലാണ് നമ്മൾ ആരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? മാസ് ബൈ വോളിയം പെർസെൻറ്റേജിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണേ? ഓക്കെ. ഇനിയോ, മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ് മൊളാരിറ്റി? മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ്, അല്ലെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ ആണോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സോൾവെൻ്റ് ആണോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണോ? എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് മൊളാരിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഇത്രയുമുള്ള ഭാഗങ്ങൾ, ഇത്രയും നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒക്കെ നോട്ട് ചെയ്ത് സംശയമൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഏവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.